ഓക്കെ ഫ്രണ്ട്സ്, ട്രേഡിംഗ് സൈക്കോളജി സീരീസ് എപ്പിസോഡ് 4. നമ്മളുടെ ട്രേഡിംഗ് സൈക്കോളജി എപ്പിസോഡ് 4ൻ്റെ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഹൗ യുവർ ട്രേഡിംഗ് ക്യാപിറ്റൽ ഷേപ്പ് യുവർ ഇമോഷൻസ്, ദ സൈക്കോളജി ബിഹൈൻഡ് ഇറ്റ്. നമ്മളുടെ കയ്യിലുള്ള നമ്മൾ എന്ത് സെഗ്മെൻ്റാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കൊരു ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ. നമ്മളുടെ ക്യാപിറ്റൽ നമ്മളുടെ ഇമോഷനെ, നമ്മളെ സൈക്കോളജി എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നമ്മളെന്താണ് ട്രേഡിംഗ് സൈക്കോളജി എപ്പിസോഡ് 1 നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ചെയ്തത്, സൈക്കോളജി ഇൻട്രൊഡക്ഷൻ പാർട്ട്. രണ്ടാമത്തെ നമ്മളുടെ എപ്പിസോഡ് 2 നമ്മൾ ഇമോഷണൽ റോളർ കോസ്റ്ററിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എപ്പിസോഡ് 3 നമ്മൾ ഇമോഷണൽ റോളർ കോസ്റ്ററിൽ പറഞ്ഞിട്ടുള്ള മേജർ ഇമോഷൻസിനെല്ലാം നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രേഡിംഗ് സൈക്കോളജി എപ്പിസോഡ് 4, ഹൗ യുവർ ട്രേഡിംഗ് ക്യാപിറ്റൽ ഷേപ്സ് യുവർ ഇമോഷൻസ്. ഓക്കെ, നമ്മുടെ ടോപ്പിക്സ് ടു കവർ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു എപ്പിസോഡിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൗ ക്യാപിറ്റൽ എഫക്റ്റ് അവർ സൈക്കോളജി. നമ്മളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് നമ്മളുടെ സൈക്കോളജി എഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ റിലേറ്റീവ് എക്സാമ്പിൾസ്. ഓക്കെ, അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ റിലേറ്റീവ് എക്സാമ്പിൾ വെച്ച് പറയുന്നു. അതുപോലെ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റൽ എത്ര തരത്തിലുണ്ട്, ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതുപോലെ സ്വിംഗ് ട്രേഡിംഗ് ക്യാപിറ്റൽ, സ്വിംഗ് ട്രേഡിങ്ങിന് എത്ര ക്യാപിറ്റൽ വേണം. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രാഡേ ക്യാപിറ്റൽ. അതുപോലെ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഉണ്ട്. ലോങ് ടേം, അതുപോലെ ഷോർട്ട് ടൈം ആയിട്ട് നമുക്ക് എന്താണ് ഇൻട്രാഡേയും ചെയ്യാം, സ്വിംഗ് ചെയ്യാം. അപ്പം ഈ 3 ടൈപ്പ് ഓഫ് ട്രേഡിങ്ങിനും വേണ്ട ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ. ഓക്കെ, നമ്മളുടെ സൈക്കോളജി എഫക്റ്റ് ചെയ്യാതെ ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ എത്ര വേണമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. നമ്മളപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ക്യാപിറ്റൽ എഫക്റ്റ് അവർ സൈക്കോളജി. ഓക്കെ, സൈക്കോളജിനെ എഫക്റ്റ് നമ്മളുടെ ക്യാപിറ്റൽ എത്രത്തോളം നമ്മളുടെ സൈക്കോളജി എഫക്റ്റ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ എഴുതി ഒന്ന് ജസ്റ്റ് നോക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഫസ്റ്റ് ഈ ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്താണ്? ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ക്യാൻ പുട്ട് എ സിഗ്നിഫിക്കൻറ്റ് സ്ട്രെയിൻ ഓൺ ട്രേഡേഴ്സ് സൈക്കോളജി, എഫക്റ്റിംഗ് ദെയർ ഇമോഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ബാലൻസിങ് യുവർ മൈൻഡ് സെറ്റ് വിത്ത് ദ ക്യാപിറ്റൽ യു ആർ വർക്കിംഗ് വിത്ത് is crucial for maintaining discipline and long term success. നമുക്കൊരു ലോങ് ടേം സക്സസ്സിനും ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും എന്താണ് നമ്മളുടെ ക്യാപിറ്റൽ നമ്മളെ സഹായിക്കും. ഓക്കെ, എന്ത് തരം ക്യാപിറ്റൽ ആയിരിക്കണം നമ്മളുടെ കയ്യിലുള്ളത്? നമ്മളുടെ ഇമോഷൻ എഫക്റ്റ് ചെയ്യാതെ, നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യാതെ ഒരു ബാലൻസ്ഡ് മൈൻഡ് സെറ്റ് ആയിട്ട് നമുക്കൊരു ലോങ് ടേം സക്സസ് വരണമെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെയായിരിക്കണം? അപ്പോഴാണ് നമ്മൾ ക്യാപിറ്റലിനെ 3 ഡിവൈഡ് ചെയ്യുന്നത്. എന്താണ്? ആദ്യത്തത് ലോവർ ക്യാപിറ്റൽ, രണ്ടാമത്തേത് നമ്മളുടെ മോഡറേറ്റ് ക്യാപിറ്റൽ, മൂന്നാമത്തത് ഡീസൻറ്റ് ക്യാപിറ്റൽ. ഓക്കെ, ലോവർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ലോവർ ക്യാപിറ്റൽ റെഫേഴ്സ് ടു ഹാവ് എ സ്മോളർ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ വിത്ത് ട്രേഡ് ചെയ്യാനുള്ള ഒരു മിനിമം എമൗണ്ട്, ഒരു സ്മോളർ എമൗണ്ട് ആണ് ലോവർ ക്യാപിറ്റൽ. When trading with lower capital, it can be lead to strong emotion like fear, anxiety, greed. ഓക്കെ, എന്താണ്? നമുക്ക് ഈ ഒരു സ്മോളർ എമൗണ്ട് വെച്ചാൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് മേജർ ഇമോഷൻസ് ആയിട്ടുള്ള ഫിയർ, ഗ്രീഡ്, ആങ്സൈറ്റി, ഡൗട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ബിക്കോസ് ഓഫ് ലോസ് ഫീൽ ബിഗർ ആൻഡ് പ്രഷർ ടു മേക്ക് പ്രോഫിറ്റ്, ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ റിസ്ക്. കാരണം എന്താണ്? നമുക്ക് ആ ഒരു സ്മോളർ എമൗണ്ട് മണി വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു ലോസ് വരികയാണെങ്കിൽ എന്താണ്, അത് പേഴ്സൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിലും എങ്ങനെ നോക്കുകയാണെങ്കിലും ആ ഒരു ചെറിയ ലോസ് ആണെങ്കിൽ പോലും അതൊരു ബിഗ് ലോസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എന്താണ്? പ്രഷർ ടു മേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഒരു പ്രഷർ ഉണ്ടാവും നമുക്ക്. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ടു ഹാൻഡിൽ ദ റിസ്ക്. എന്താണ് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. അതിൻ്റെ നേച്ചർ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സൈഡ് വൈസ് ആയിരിക്കും, ട്രെൻഡിങ് ആയിരിക്കും, വോളറ്റൈൽ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഒരു സൈക്കിൾ ഈ ഒരു ഫോർമാറ്റിൽ പോകുന്നതുകൊണ്ട് തന്നെ ഈ ലോവർ ക്യാപിറ്റൽ അഥവാ സ്മോളർ ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഉണ്ടാകുന്ന റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ലോവർ ക്യാപിറ്റൽ. നെക്സ്റ്റ് എന്താണ്? നമ്മൾ മോഡറേറ്റ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഇൻ ട്രേഡിംഗ്, മോഡറേറ്റ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ ബാലൻസ്ഡ് ഓർ ഗുഡ് എമൗണ്ട് കമ്പയർ ടു ലോവർ ക്യാപിറ്റൽ വെച്ച് നോക്കുന്ന സമയത്ത് മോഡറേറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡീസൻറ്റ് സെറ്റ് ഓഫ് മണിയാണ്. അതുപോലെ മോഡറേറ്റ് ക്യാപിറ്റൽ അലൗസ് മച്ച് മോർ കോൺഫിഡൻസ്, റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ഡീസൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ്. എന്താണ്?
മോഡറേറ്റ് ക്യാപിറ്റൽ നമ്മളുടെ ലോവർ ക്യാപിറ്റലിനേക്കാൾ കുറച്ചുകൂടി എന്താണ് ബാലൻസ്ഡ് ഓർ ഗുഡ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവും. അതുപോലെ സ്ട്രെസ്സ് കമ്പാരിറ്റീവ്ലി ലോവർ ക്യാപിറ്റലിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രെസ്സ് കുറയും. അതുപോലെ തന്നെ ഡീസൻ്റ് ആയിട്ട് ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ എന്താണ് അതിനും ഒരു ചെറിയൊരു കോൺസ് ഉണ്ട്. എന്താണ് ഡിഫിക്കൽട്ട് ടു സസ്റ്റെയിൻ ലോങ് ടേം. ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഡീസൻറ്റ് ക്യാപിറ്റൽ. ഡീസൻറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സെഗ്മെൻറ്റ് എന്താണ്, ആ സെഗ്മെൻറ്റിൽ ഇമോഷൻസ് എഫക്റ്റ് ചെയ്യാതെ, ഡിസിഷൻ മേക്കിംഗ് എഫക്റ്റ് ചെയ്യാതെ, നമ്മളുടെ സൈക്കോളജീനെ ഓവറോൾസ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്. എന്താണ് ഡീസൻറ്റ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ ഹാവിങ് എ സോളിഡ് ആൻഡ് കംഫർട്ടബിൾ എമൗണ്ട് ഓഫ് മണി ടു ട്രേഡ് വിത്ത്. ഓക്കെ, നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ളൊരു സോളിഡ് കംഫർട്ടബിൾ എമൗണ്ട് ആണ് നമ്മൾ ഡീസൻറ്റ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടിപ്പിക്കലി മോർ ദാൻ ഇനഫ് ടു മാനേജ് റിസ്ക് എഫക്റ്റീവ്ലി. നമ്മുടെ റിസ്ക് നല്ല എഫക്റ്റീവ്ലി ആയിട്ട് ചെയ്യാനും അതുപോലെ തന്നെ അലോ സസ്റ്റൈനബിൾ ഗ്രോത്ത്, ഒരു ലോങ് ടേം സസ്റ്റൈനബിൾ ഗ്രോത്തിന് വേണ്ടിയിട്ടും നമ്മൾ എന്താണ് ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ നമ്മളുടെ കയ്യിലുണ്ടാവണം. വെൻ ട്രേഡിംഗ് വിത്ത് ഡീസൻറ്റ് ക്യാപിറ്റൽ ഇറ്റ് പോസിറ്റീവ്ലി ഇമ്പാക്ട് യുവർ ഇമോഷൻസ്. ഓക്കെ, നമ്മളെന്താണ് ലോവർ ക്യാപിറ്റലും അതുപോലെ മോഡറേറ്റ് ക്യാപിറ്റലിലും എങ്ങനെയാണ്, ലോവർ ക്യാപിറ്റൽ നമ്മളുടെ ഇമോഷനെ നന്നായിട്ട് ബാധിക്കും. ഓക്കെ, നമ്മളുടെ മേജർ ഇമോഷൻസ് ആയിട്ടുള്ള ഫിയറും ആങ്സൈറ്റി ഗ്രീഡൊക്കെ പെട്ടെന്ന് വരും. ഓക്കെ, അതുപോലെ റിസ്കിനെ മാനേജ് ചെയ്യാൻ പ്രയാസമാണ്. പക്ഷേ മോഡറേറ്റ് ക്യാപിറ്റൽ നോക്കുമ്പോൾ, മോഡറേറ്റ് ക്യാപിറ്റൽ ലോവർ ക്യാപിറ്റലിനേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഓക്കെ, മോഡറേറ്റ് ക്യാപിറ്റൽ ലോവർ ക്യാപിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് കുറച്ചുകൂടി ബെറ്ററാണ്. പക്ഷേ എന്താണ് സസ്റ്റൈനബിലിറ്റി, ഒരു ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി കുറച്ച് ഡിഫിക്കൽട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ ഇമോഷൻസിനെ ഒരു പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുകയാണ് കൂടുതലും. അതുപോലെ മോർ കോൺഫിഡൻസ്, ലെസ് പ്രഷർ. ഓക്കെ, ഇതൊക്കെയാണ് എന്താണ് ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത് ഹൗ ക്യാപിറ്റൽ എഫക്റ്റ് അവർ സൈക്കോളജി. ഓക്കെ, ക്യാപിറ്റൽ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്: ലോവർ ക്യാപിറ്റൽ, മോഡറേറ്റ് ക്യാപിറ്റൽ, ഡീസൻറ്റ് ക്യാപിറ്റൽ. ഓക്കെ, ഓരോന്നിനെ കുറിച്ച് നമ്മൾ എന്താണ് ഒരു ചെറിയൊരു ഷോർട്ട് ടേം ഡിസ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇനി എന്താണ് നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ റിലേറ്റീവ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. നമ്മളുടെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തിന് ഒരു റിലേറ്റീവ് എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ലൈഡിലേക്ക് നോക്കുക. ഓക്കെ, ഞാനിവിടെ കുറച്ച് ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ഇവിടെ അവരുടെ ഹോൾഡിങ്സ് കൊടുത്തിട്ടുണ്ട്, അവരുടെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപ ഉണ്ട്, അതുപോലെ അവരെ നിന്ന് കളഞ്ഞു പോയ ക്യാഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദാസപ്പൻ, ഫസ്റ്റത്തെ ആളെ പേര് അപ്പുണ്ണി, രണ്ടാമത്തെ ആളെ പേര് നാരായണൻ, അടുത്ത ആൾ വേലായുധൻ, കണ്ണാപ്പി, കുട്ടാപ്പി, തങ്കു, പുഷ്കു. ഇങ്ങനെ ഒരു 8 ആളുകളുണ്ട്. ഓക്കെ, ഒരു 8 ആളുകളെ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവരുടെ കയ്യിൽ ദാസപ്പൻ്റെ കയ്യിലുള്ളത് 100 രൂപയാണ്. അതുപോലെ അപ്പുണ്ണിയുടെ കയ്യിലുള്ളത് 500 രൂപയാണ്. നാരുവിൻ്റെ കയ്യിലുള്ളത് 1000 രൂപ, വേലുവിൻ്റെ കയ്യിലുള്ളത് 2000 രൂപ, കണ്ണാപ്പിയുടെ കയ്യിലുള്ളത് 5000 രൂപ, കുട്ടാപ്പീൻ്റെ കയ്യിലുള്ളത് 10,000 രൂപ, തങ്കുവിൻ്റെ കയ്യിലുള്ളത് 50,000 രൂപ, പുഷ്കുവിൻ്റെ കയ്യിലുള്ളത് 1,00,000 രൂപ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നിന്ന് എമൗണ്ട് ഇങ്ങനെ കൂടി വരുന്ന ഒരു ഓർഡറിലാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇവരുടെ ഓരോരുത്തരുടെ എന്താണ് ബാങ്ക് അക്കൗണ്ടായിട്ട് നിങ്ങൾ എടുത്തോ. ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് 100 രൂപ വെച്ച് പോയി. ഓക്കെ, കളഞ്ഞു പോയി എന്ന് വിചാരിക്കുക, കളഞ്ഞു പോയി. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു ഗാംബ്ലിങ് ചെയ്ത് പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ദാസപ്പൻ്റെ കയ്യിലുള്ളത് 100 രൂപയാണ്. ആ 100 രൂപയിൽ 100 രൂപയും പോയി. ഇപ്പോൾ ബാലൻസ് എന്താ ഉള്ളത്? 0 ആണ്. കാരണം എന്താ? കയ്യിലൊന്നുമില്ല, എംറ്റി. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്പുണ്ണിയുടെ കയ്യിൽ എന്താണ് 500 രൂപയാണുള്ളത്. അതിൽ 100 രൂപ പോയി, ബാലൻസ് എത്ര ഉണ്ടാവും? 400 രൂപ. നെക്സ്റ്റ് നാരുവിൻ്റെ കയ്യിൽ 1000 രൂപയാണുള്ളത്. അതിൽ നിന്നെന്താണ് 100 രൂപ പോയി, ബാലൻസ് അത്രയാണ് 900 രൂപ ഇപ്പോൾ ബാലൻസ് ഉണ്ട്. വേലായുധൻ്റെ കയ്യിൽ 2000 രൂപ ഉണ്ട്. അതിൽ 100 രൂപ പോയി, ബാക്കി എത്ര ഉണ്ട്? 1900 രൂപ ബാലൻസ് ഉണ്ട്. കണ്ണാപ്പിയുടെ കയ്യിൽ 5000 രൂപ ഉണ്ട്. അതിൽ 100 രൂപ പോയി, ബാക്കി 4900 രൂപ ബാലൻസ് ഉണ്ട്. കുട്ടാപ്പിയുടെ കയ്യിൽ 10,000 രൂപയുണ്ട്. അതിൽ 100 രൂപ കളഞ്ഞു പോയി, ബാക്കി 9,900 രൂപ ഉണ്ട്. തങ്കുവിൻ്റെ കയ്യിലാണെങ്കിൽ
50,000 രൂപയിൽ 100 രൂപ കളഞ്ഞുപോയി. ബാക്കി 49,900 രൂപ ഉണ്ട്. പുഷ്കുടെ കയ്യിൽ എന്താണ് 1,00,000 റുപ്പീസിൽ 100 രൂപ പോയി. ബാക്കി 99,900 രൂപ ബാലൻസ് ഉള്ളൂ. ഇപ്പം എന്താണ്, ഓരോ ആളുകളുടെ പേര് പറഞ്ഞു, അവരുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞു, അവരെന്തെന്ന് കളഞ്ഞു പോയ ക്യാഷ് പറഞ്ഞു, അതുപോലെ അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ബാലൻസ് പറഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എല്ലാവരുടെ കയ്യിൽ നിന്നും കളഞ്ഞു പോയത് സെയിം എമൗണ്ടാണ്, ഒരേ എമൗണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും നഷ്ടം വന്നത് ഒരേ പൈസയാണ്. ഓക്കെ, പക്ഷെ എന്താണ്, നമുക്ക് പേഴ്സൻറ്റേജ് ഓഫ് ലോസ് നോക്കുന്ന സമയത്ത് ഡിഫറൻ്റ് ആണ്. ഓക്കെ, അവർക്ക് എത്ര പോയി എന്ന് വെച്ചാൽ എന്താണ്, ദാസപ്പന് പോയി എത്ര 100 പോയി, അപ്പുണ്ണിക്ക് പോയി, നാരൂന് പോയി, വേലുവിന് പോയി, ഇവരൊക്കെ എത്രയാണ് 100 രൂപ. നമ്മൾ ആ ക്യാഷിനെ ഒരു എന്താണ് ഒരു ഒരു ഈ ഒരു ന്യൂമറിക്കൽ ആ ഒരു ലെവലിൽ പറയുകയാണെങ്കിൽ എല്ലാവരുടെ കയ്യിൽ നിന്നും എത്രയാണ് 100 രൂപയാണ് പോയത്. പക്ഷേ അവർക്ക് പോയ ലോസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. പക്ഷേ അവർക്കെല്ലാവർക്കും പോയ ഒരു പേഴ്സൻറ്റേജ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. പേഴ്സൻറ്റേജ് ഓഫ് ലോസ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ എഴുതിയ ഒരു ചെറിയൊരു ഇക്വേഷൻ നോക്കുക. പേഴ്സൻറ്റേജ് ഓഫ് ലോസ് കാണുക എങ്ങനെയാണ്, ലോസ് എമൗണ്ട് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദാസപ്പന് 100 രൂപയിൽ 100 രൂപയും പോയപ്പം അയാളുടെ പേഴ്സൻറ്റേജ് ഓഫ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, 100%. കാരണം എന്താ, കയ്യിൽ ഇനി ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ അപ്പുണ്ണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 500 രൂപയിൽ 100 പോയി, ബാലൻസ് 400. അപ്പം എന്താണ്, അയാളുടെ ക്യാപിറ്റലിൻ്റെ 20% അവിടെ തീർന്നു. ഓക്കെ, 20% അവിടെ തീർന്നു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, നാരുവിൻ്റെ 1000 രൂപയിൽ 100 രൂപ കളഞ്ഞു പോയി, ബാക്കിയുള്ളത് 900. ഓക്കെ, അപ്പം നാരുവിൻ്റെ ക്യാപിറ്റൽ വെച്ചിട്ട് നാരൂർ കളഞ്ഞു പോയ പൈസ എത്രയാണ് പേഴ്സൻറ്റേജ് ഓഫ് ലോസ് എന്ന് പറയുന്നത്, 10% ആണ്. ഓക്കെ, 10% പോയിട്ടുള്ളൂ. വേലുവിൻ്റെ എന്താണ്, 2000 രൂപയിൽ 100 രൂപ കളഞ്ഞു പോയി, 1900 ബാലൻസ് ഉണ്ട്, 5% വേലുവിൻ്റെ പേഴ്സൻറ്റേജ് ഓഫ് ലോസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, കണ്ണാപ്പീൻ്റെ എന്താണ്, 5000 രൂപയിൽ 100 രൂപ കളഞ്ഞു പോയി, 4900 ബാലൻസ് ഉണ്ട്, പേഴ്സൻറ്റേജ് ഓഫ് ലോസ് എത്രയാണ്, 2%. ഓക്കെ, കണ്ണാപ്പീൻ്റെ എന്താണ്, 10,000 രൂപയിൽ നിന്നാണ് 100 പോയത്, ബാക്കി 9,900. ഓക്കെ, കണ്ണാപ്പീൻ്റെ 1% ക്യാപിറ്റലിൻ്റെ 1% കളഞ്ഞു പോയിട്ടുള്ളൂ. തങ്കുവിൻ്റെ എന്താണ് 0.2% കളഞ്ഞു പോയിട്ടുള്ളൂ. പുഷ്കുവിൻ്റെ എന്താ സ്ഥിതി, 0.1%. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, എല്ലാവർക്കും കളഞ്ഞു പോയ എമൗണ്ട് സെയിം ആണ്. ഓക്കെ, എല്ലാവരുടെയും ലോസ് സെയിം ആണ്. പക്ഷേ എന്താണ്, ഓരോരുത്തരുടെ പേഴ്സൻറ്റേജ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇവിടെ എന്താണ്, 100% പോയി, ഇവിടെ 20% പോയി, ഇവിടെ 10% പോയി, ഇവിടെ 5% പോയി, ഇവിടെ 2% പോയി, ഇവിടെ 1% പോയി. ഇവിടെ ഈ രണ്ട് പേരുടെ ക്യാപിറ്റൽ വളരെയധികം ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ റിസ്ക് എന്ന് പറയുന്നത് 1%-നേക്കാൾ കുറവാണ്. 0.2%, 0.1%. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു സ്ലൈഡ് ഇടാൻ വേണ്ടിയുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, എല്ലാവർക്കും പോയത് സെയിം എമൗണ്ട് ആണ്. ഓക്കെ, എല്ലാവർക്കും പോയത് സെയിം എമൗണ്ട് ആണ്. പക്ഷെ എന്താണ്, ഓരോരുത്തരുടെ ക്യാപിറ്റലിൽ ഉണ്ടായ ഡിഫറൻസ് കാരണം അവരുടെ പേഴ്സൻറ്റേജ് ഓഫ് ലോസ് എന്ന് പറയുന്നത് കുറവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ലോവർ ക്യാപിറ്റൽ ആരുടെ കയ്യിലൊക്കെയാണ് ലോവർ ക്യാപിറ്റൽ ഉള്ളത്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ 3 ആളുകൾ ദാസപ്പൻ, അപ്പുണ്ണി, നാരു, അതുപോലെ വേലു, ഇവരുടെ കയ്യിൽ എന്താണ് ലോവർ ക്യാപിറ്റലാണുള്ളത്. നമ്മൾ പറഞ്ഞ ക്യാപിറ്റലിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ലോവർ ക്യാപിറ്റൽ, മോഡറേറ്റ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ എന്താണ് ഹൈ ക്യാപിറ്റൽ, അല്ലെങ്കിൽ എന്താണ് ഡീസൻറ്റ് ക്യാപിറ്റൽ. ഇതിൽ ഈ ദാസപ്പൻ്റെയും അപ്പുണ്ണിയുടെയും നാരുവിൻ്റെയും വേലുവിൻ്റെയും കയ്യിലുള്ളത് എന്താണ്, ലോവർ ക്യാപിറ്റലാണ്. ലോവർ ക്യാപിറ്റലാവുന്ന സമയത്ത് എന്താണ്, നിങ്ങൾ നോക്കൂ, ഈ 100-ൽ 100 പോയ സമയത്ത് പേഴ്സൻറ്റേജ് ഓഫ് ലോസ് എന്ന് പറയുന്നത് 100% ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അപ്പുണ്ണീൻ്റെ കയ്യിൽ 500 രൂപയേ ഉള്ളൂ. 500 രൂപയിൽ നിന്ന് 100 രൂപ പോയി. പക്ഷേ പേഴ്സൻറ്റേജ് ഓഫ് ലോസ് നോക്കുന്ന സമയത്ത് എന്തായി, അയാളുടെ ക്യാപിറ്റലിൻ്റെ 20% തീർന്നവിടെ. നാനൂറ്റി എന്താണ് 1000 രൂപയിൽ നിന്ന് 100 രൂപ പോയി. പക്ഷേ പേഴ്സൻറ്റേജ് വൈസ് നോക്കുമ്പോൾ എന്താണ്, അയാളുടെ ക്യാപിറ്റലിൻ്റെ
10% അവിടെ തീർന്നു. ഇനി 90% ബാക്കിയുള്ളൂ. വേലുവിൻ്റെ എന്താ സ്ഥിതി? വേലുവിൻ്റെത് 2000 രൂപയിൽ 100 രൂപ പോയതുകൊണ്ട് തന്നെ അയാളുടെ 5% പോയി. ഇവിടെ എന്താണ്? അവരുടെ ക്യാപിറ്റൽ ആലോചിച്ച് നോക്കുക. അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള എമൗണ്ട് കമ്പാരിറ്റീവ്ലി ലോവർ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു നഷ്ടം സംഭവിക്കുന്ന സമയത്ത് നമ്മളുടെ പേഴ്സൻറ്റേജ് ഓഫ് ലോസ് അത് ഹ്യൂജാണ്. അതുകൊണ്ട് ഒരു ചെറിയ നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് ബിഗ്ഗറായിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? അഞ്ചുമാറും കണ്ണാപ്പി ആൻഡ് കുട്ടാപ്പി രണ്ടുപേരും നോക്കൂ. ഇവരുടെ കയ്യിലുള്ളത് എന്താണ്? 5000 രൂപ, 10000 രൂപ. ഇതെന്താണ്? ഇതൊരു മോഡറേറ്റ് ക്യാപിറ്റലാണ്. എന്താണ്? ലോവർ ക്യാപിറ്റലിനേക്കാൾ കുറച്ചുകൂടി ഡീസൻ്റ് എമൗണ്ട് ആണ്. ഓക്കെ, ഇവരുടെ കയ്യിൽ നിന്നും പോയത് എന്താണ്? 100 രൂപ 100 രൂപയാണ്. പക്ഷേ ഇവർക്ക് സംഭവിച്ചത് നോക്കൂ, 1%, അതുപോലെ 2%. ഇതും മോഡറേറ്റ് ക്യാപിറ്റലാണ്. ഇവർക്ക് എന്താണ് ലോവർ ക്യാപിറ്റലിലുള്ള ദാസപ്പൻ്റെയും അപ്പുണ്ണിൻ്റെയും ബാക്കി 2 പേരുടേക്കാൾ എന്താണ് ലോസ്, പേഴ്സൻറ്റേജ് ഓഫ് ലോസ് എന്ന് പറയുന്നത് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. നെക്സ്റ്റ് നോക്കൂ, തങ്കു പുഷ്പു. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് ക്യാപിറ്റലാണ്. 50,000 1 ലക്ഷം. ഓക്കെ, കമ്പയർഡ് ടു ബാക്കിയുള്ള ആളുകളെക്കാൾ ഹ്യൂജ് എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് ലോസ് ആയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ക്യാപിറ്റൽ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ്, അവർക്ക് ചെറിയൊരു നഷ്ടമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ചെറിയൊരു നഷ്ടമേ സംഭവിച്ചുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കെന്താണ് ഇവരുടെ ഓരോരുത്തരുടെ ഇമോഷൻ ഒന്ന് വായിച്ചു നോക്കാം. ദാസപ്പൻ ഒരു ലോവർ ക്യാപിറ്റൽ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ്. അയാളുടെ ഇമോഷൻ എന്താണ്? കഴിഞ്ഞ് 100% ലോസാക്കി, കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, പോകുക തന്നെ. അപ്പുണ്ണീൻ്റെ സ്ഥിതി എന്താണ്? 500 രൂപയിൽ 100 രൂപ പോയി, ബാക്കി 20% തീർന്നു. അയാളും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡ്രോ ഡൗൺ ആണ് ക്യാപിറ്റലിന് സംഭവിച്ചത്. നാരുവിൻ്റെത് 10, വേലുവിൻ്റെത് 5. ഇവരുടെ ഇത്രയും ആളുകളുടെ ഇമോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിയർ നമ്മളുടെ ഇമോഷനെ സാരമായിട്ട് ബാധിച്ചിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ കണ്ണാപ്പി കുട്ടാപ്പി ഇവരെന്താണ് 2%, 1%. ഓക്കെ, റിസ്ക് ക്യാപിറ്റലിൻ്റെ 1%ഉം 2% ഒന്നും വലിയൊരു ഇഷ്യൂ ഇല്ല. പക്ഷെ 1% ആണ് ബെറ്റർ. അപ്പോൾ ഇതൊരു മോഡറേറ്റ് കാറ്റഗറിയിൽ വരുന്ന 2 ആളുകളാണ്. അവർക്ക് ബാക്കിയുള്ള ആളുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇമോഷന് കുറവുണ്ടാവും. കാരണം ഒരു ഫിയർ കുറവുണ്ടാവാം, സ്ട്രെസ്സ് കുറവുണ്ടാവാം, കോൺഫിഡൻസ് മറ്റുള്ള ആളുകളെക്കാൾ അല്ലെങ്കിൽ ലോവർ കാറ്റഗറിയിൽ വരുന്ന ആളുകളെ കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടുതലായിരിക്കും. തങ്കു പുഷ്കു ഇവരെന്ന് പറയുന്ന ഡീസൻറ്റ് ക്യാപിറ്റൽ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. അവരുടെ കയ്യിൽ ഹ്യൂജ് എമൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഈ ലോസ് ആയ എമൗണ്ട് അവരുടെ ക്യാപിറ്റലിനെ വെച്ച് നോക്കുന്ന സമയത്ത് 1% അല്ലെങ്കിൽ 100-1 താഴെ അവർക്ക് ലോസ് വന്നിട്ടുള്ളൂ. ഇതാണ് ക്യാപിറ്റൽ. നമ്മളുടെ കയ്യിൽ ലോവർ ക്യാപിറ്റലാണ് നമ്മളുടെ കയ്യിലുള്ളത് എങ്കിൽ നമ്മൾ ഒരു ചെറിയ ലോസ് വരികയാണെങ്കിൽ പോലും അതൊരു വലിയ നമുക്കൊരു ഫീൽ ബിഗ്ഗറായിട്ട് തോന്നും. ഒരു മോഡറേറ്റ് ക്യാപിറ്റൽ, ഡീസൻറ്റ് ക്യാപിറ്റൽ. ഓക്കെ, ഇതായിരിക്കണം നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. സ്മോളർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓൺലി ഫോർ എ ലേണിംഗ് പർപ്പസ്. ഓക്കെ, ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം സ്മോളർ ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടത്. ഏണിംഗ് പേഴ്സ്പെക്റ്റീവിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഡീസൻറ്റ് ക്യാപിറ്റലോ ഒരു മോഡറേറ്റ് ക്യാപിറ്റലോ വേണം. പക്ഷെ മോഡർ ക്യാപിറ്റൽ ഉണ്ടാകുന്ന സമയത്ത് വെൽ ഡിസിപ്ലിൻഡ് ആവണം. ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റിക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ റിലേറ്റീവ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞ കാര്യം, ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയ കാര്യം, ഇപ്പം നമുക്ക് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ 24,000 കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. ഇപ്പം നമ്മൾ റിലേറ്റീവ് എക്സാമ്പിൾ വെച്ചിട്ട് കാശ് കളഞ്ഞു പോയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇമോഷൻ റീഡ് ചെയ്തു. ഇനി ആക്ച്വലി ട്രേഡ് ചെയ്ത ആളുകളുടെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ 24,000 കോൾ ഓപ്ഷൻ ബൈ ചെയ്ത ഒരു സെനാരിയോ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ 4 ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അമലുണ്ട്, രാഹുലുണ്ട്, വിഷ്ണു ഉണ്ട്, വർഷയുണ്ട്. 2 പേര്, ലാസ്റ്റത്തെ ഒരു ഗേളാണ്. ഓക്കെ, ഇപ്പം നോക്കുകയാണെങ്കിൽ ഇവരുടെ ക്യാപിറ്റൽ, അമലിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 രൂപയേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക. ഓപ്ഷനാണ് ചെയ്യുന്നത്, ഓപ്ഷൻ ട്രേഡിംഗ്, ഡെറിവേറ്റീവ് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. അമലിൻ്റെ കയ്യിലുള്ളത് 10,000 രൂപയാണ്. രാഹുലിൻ്റെ കയ്യിൽ എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അമലിനേക്കാൾ ഇരട്ടി ക്യാഷ് ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കയ്യിൽ മോഡറേറ്റ് ക്യാപിറ്റലുണ്ട്. അതുപോലെ വർഷയുടെ ക്യാപിറ്റൽ ഒരു ഹ്യൂജ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഹ്യൂജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ ഉണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 4 ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. രാഹുൽ,
അമൽ, വിഷ്ണു, വർഷ. ഓക്കെ, ഓരോരുത്തരുടെ ക്യാപിറ്റലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ഓപ്ഷൻ ചെയ്തിട്ട് 24,000 കോൾ ഓപ്ഷൻ ഇവർ 4 പേരും ഒരേ സമയത്തെടുത്തു. ഓക്കെ, ബൈ ചെയ്തു. ഓക്കെ, ഫണ്ട് വന്നത് ഒരു 5,000 രൂപയാണ്. ഓക്കെ, ഇവർക്ക് 4 പേർക്കും സെയിം ലോസ് ആണ് സംഭവിച്ചത്. 1000 രൂപ, 1000 രൂപ, 1000 രൂപ, 1000 രൂപ. ഓക്കെ, 1000 രൂപ ലോസ് വന്നു. ഓക്കെ, ഇവിടെ നമ്മൾ പേഴ്സൻറ്റേജ് ഓഫ് ലോസ് വരുന്ന സമയത്ത് നോക്കൂ നിങ്ങൾ. പേഴ്സൻറ്റേജ് ഓഫ് ലോസ് ഇവിടെ നിങ്ങൾ നോക്കൂ. പേഴ്സൻറ്റേജ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ലോസ് എമൗണ്ട് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. ഇപ്പം നിങ്ങൾക്ക് ഈ 10 വന്നത് എങ്ങനെയാണ് എന്നായിരിക്കും. എന്താണ് സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം അമലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 1000 ഓക്കെ ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 100 എത്ര വരും? 10% വരും. ഇവിടെ നിങ്ങൾ രാഹുലിൻ്റെ നോക്കുകയാണെങ്കിൽ എന്താണ് 1000 എത്രയാണ്? 1000 ആണ് ലോസ് ആയത് ബൈ 20K ഇൻറ്റു 100 എത്ര വരും? 5 വരും. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലേഷനിൽ നോക്കുക. ഇപ്പം അമലിൻ്റെ കയ്യിൽ ഒരു ലോവർ ക്യാപിറ്റലാണുള്ളത്, വെറും ലോവർ ക്യാപിറ്റൽ. അതിൽ നിന്ന് ഒരു 1000 രൂപ പോയതുകൊണ്ട് തന്നെ ഒരു 10% ക്യാപിറ്റലിൻ്റെ 10% അവിടെ തീർന്നു. രാഹുലിൻ്റെ നോക്കുകയാണെങ്കിൽ 20,000 രൂപയാണ്. അതും എന്താണ് ഒരു ലോവർ ക്യാപിറ്റലാണ്. അതിലും 1000 പോയതുകൊണ്ട് തന്നെ എന്താണ് ഒരു 5% ക്യാപിറ്റലിൻ്റെ കഴിഞ്ഞു. ഇനി 95% ക്യാപിറ്റലേ കയ്യിലുള്ളൂ. വിഷ്ണുവിൻ്റെ നോക്കുകയാണെങ്കിൽ 50,000 എന്ന് നമ്മുടെ ക്യാപിറ്റൽ ലെവലിലുള്ള ഓപ്ഷൻ ട്രേഡിംഗ് നോക്കുന്ന സമയത്ത് ഒരു മോഡറേറ്റ് ക്യാപിറ്റലാണ്. ഓക്കെ, ഒരു മോഡറേറ്റ് ക്യാപിറ്റലാണ്. കമ്പയർ ടു ഇവന്മാർ രണ്ടാളേക്കാൾ അത്യാവശ്യം ഒരു മോഡറേറ്റ് ക്യാപിറ്റലാണ് വിഷ്ണുവിൻ്റെ കയ്യിലുള്ളത് 50,000. ഓക്കെ, 50,000 നിന്ന് എന്താണ് 1000 രൂപ ആണ് വിഷ്ണുവിന് വന്ന ലോസ് ഓപ്ഷൻ ചെയ്തിട്ട്. അപ്പോൾ എന്താണ് പേഴ്സൻറ്റേജ് ഓഫ് ലോസ് വിഷ്ണുവിന് 2% ഉള്ളൂ. ഇവിടെ വർഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ് വർഷയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh rupees ആണ്. ഇറ്റ്സ് എ ഡീസൻറ്റ് ക്യാപിറ്റൽ. ഓക്കെ, ആ ക്യാപിറ്റലിൻ്റെ എത്രയാണ്? 1000 രൂപ എന്ന് വെച്ചാൽ 1,00,000ൻ്റെ 1% ആണ് 1000. അപ്പോൾ വർഷ റിസ്ക് എടുത്തത് 1% ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോസ് വന്നത് 1% ആണ് ലോസ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവരുടെ ഓരോരുത്തരുടെ ഇമോഷൻ എങ്ങനെയായിരിക്കും? ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അമൽ ഫസ്റ്റത്തെ ചെങ്ങായിൻ്റെ നോക്കുകയാണെങ്കിൽ 10,000 ക്യാപിറ്റൽ വെച്ചിട്ട് 1000 ലോസ് ആയതുകൊണ്ട് 10% പോയിട്ടുണ്ട്. ഇമോഷൻ നന്നായിട്ട് എന്താണ് എഫക്റ്റ് ചെയ്യും, നന്നായിട്ട് ഇമോഷൻ ചെയ്യും. കാരണം 1000 രൂപ പോയി എന്ന് പറയുന്ന സമയത്ത് ടേംസിൽ നോക്കുന്ന സമയത്ത് 1000 പോയിട്ടുള്ളൂ. പക്ഷേ പേഴ്സൻറ്റേജ് ഓഫ് ലോസ് നോക്കുന്ന സമയത്ത് ക്യാപിറ്റലിൻ്റെ 10% ഭാഗം അവിടെ തീർന്നു. രാഹുലിൻ്റെ നോക്കുകയാണെങ്കിൽ രാഹുലിൻ്റെതും ഒരു ലോവർ ക്യാപിറ്റൽ തന്നെയാണ്. 20,000 എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ ഒന്നല്ല, വെറും ലോവർ ക്യാപിറ്റൽ തന്നെയാണ്. അതിൽ നിന്ന് എന്താണ് 1000 രൂപ പോയി എന്ന് പറയുമ്പോൾ എന്താണ് ക്യാപിറ്റലിൻ്റെ 5% പോയി. ഇവിടെ ക്യാപിറ്റലിൻ്റെ 5% ആണ് രാഹുൽ റിസ്ക് എടുത്തത്. അമൽ 10% റിസ്ക് എടുത്തത്. ഇവിടെ വിഷ്ണു എന്താണ് മോഡറേറ്റ് ക്യാപിറ്റലാണ്. 5,000 രൂപയിൽ 1000 റിസ്ക് എടുത്തപ്പം 2,000 രൂപയാണ് റിസ്ക് എടുത്തത്. ഇവിടെ രാഹുലിൻ്റെ എന്താണ് ഫിയർ വരും. എനിക്ക് വരുന്ന അമലിന് വന്നതുപോലെ തന്നെ എന്താണ് ഫിയർ, മറ്റു എന്താണ് നമ്മുടെ ഇമോഷനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വരും. ഇവിടെ വിഷ്ണുവിൻ്റെ എന്താണ് ഇവർ 2 പേരുടെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് റിലീഫ് ഉണ്ടാവും. കാരണം എന്താണ് അയാളുടെ ക്യാപിറ്റലിൻ്റെ 2% അയാൾ എടുത്തിട്ടുള്ളൂ, ലോസ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കി 98% റിമെയിൻസും ആണ്. വർഷൻ്റെ നോക്കുകയാണെങ്കിൽ വർഷയ്ക്ക് വലിയ ഇമോഷന് വലുതായിട്ട് വരില്ല. കാരണം എന്താണ് അവൾ 1 lakh rupees ക്യാപിറ്റലിൽ 1,000 rupees എന്ന് പറയുന്നത് 1% ലോസ് എടുത്തുള്ളൂ. അതുകൊണ്ട് ഇമോഷൻ അല്ലെങ്കിൽ എന്താണ് ഇമോഷൻ വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവന്മാർ 2 പേരും എന്താണ് ലോവർ ക്യാപിറ്റൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, വിഷ്ണു എന്താണ് ഒരു മോഡറേറ്റ് ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. വർഷ എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ലോവർ ക്യാപിറ്റലിൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ഇമോഷൻ നന്നായിട്ട് ബാധിക്കും. മോഡറേറ്റുള്ള ആളുകളെ ബാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ചെറിയ രീതിയിൽ ബാധിക്കും. പക്ഷെ എന്താണ് ലോവർ ക്യാപിറ്റൽ വെച്ച് ചെയ്യുന്ന ആളുകളെക്കാൾ എന്താണ് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിരിക്കും, കുറച്ചുകൂടി സ്ട്രെസ്സ് കുറവായിരിക്കും. പക്ഷെ എന്താണ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ എന്താണ് നല്ലൊരു ഡിസിപ്ലിനോടൊക്കെ നോക്കുകയാണെങ്കിൽ ലോങ് ടൈം സക്സസ് എഷ്യൂർഡാണ്. അതുപോലെ തന്നെ വർഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ് ക്യാപിറ്റലിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ്, ഒരു 1% യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇമോഷൻസ് അധികം എഫക്റ്റ് ആവില്ല. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് നല്ല റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്തു പോകണമെങ്കിൽ ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി എഷ്യൂർഡാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് വർഷയാണ്
ഡീസൻറ്റ് ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മൾ ഈ 2 എക്സാമ്പിൾ വെച്ച സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ലോവർ ക്യാപിറ്റൽ, മോഡറേറ്റ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഡീസൻറ്റ് ക്യാപിറ്റൽ. എങ്ങനെയാണ് ഈ ലോവർ ക്യാപിറ്റൽ നമ്മളുടെ ഇമോഷനെ എഫക്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മോഡറേറ്റ് ക്യാപിറ്റൽ എങ്ങനെയാണ് നമ്മളുടെ ഇമോഷനെ എഫക്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ ഡിസിഷനെ മേക്ക് ചെയ്യുന്നത്, അതുപോലെ ഡീസൻറ്റ് ക്യാപിറ്റൽ നമ്മളുടെ ഇമോഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ പഠിക്കേണ്ട നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. ഒന്ന് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ലേണിംഗ് ക്യാപിറ്റൽ, നെക്സ്റ്റ് ഏർണിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ആദ്യം ഏൺ ചെയ്യുക, പിന്നെ ലേൺ ചെയ്യുക. ട്രേഡിങ്ങിൽ എങ്ങനെയാണ്, ഫസ്റ്റ് ലേൺ ചെയ്യുക, അതിനുശേഷം ഏൺ ചെയ്യാൻ തുടങ്ങും, ഏൺ ചെയ്തതിന് ശേഷവും ലേൺ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു സൈക്കിൾ പ്രോസസ്സിനാണ് ലേണിംഗ് സൈക്കിൾ തന്നെ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻ ട്രേഡിംഗ്, ലേണിംഗ് ക്യാപിറ്റൽ ആൻഡ് ഏർണിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു 2 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ട്രേഡേഴ്സ് ജേണി. അതുകൊണ്ട് തന്നെയാണ് ഫേസ് 1 ലേണിംഗ് ക്യാപിറ്റൽ എന്നും ഫേസ് 2 ഏർണിംഗ് ക്യാപിറ്റൽ എന്നും പറഞ്ഞത്. നമുക്ക് ആദ്യം ലേണിംഗ് ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ, ദിസ് ഈസ് ദ ക്യാപിറ്റൽ എ ട്രേഡർ അലോക്കേറ്റഡ് വിത്ത് ദേ ആർ ഇൻ ലേണിംഗ് ഫേസ്. ഓക്കെ, ഒരു ട്രേഡർ ലേണിംഗ് ഫേസിലാണെങ്കിൽ അലോക്കേറ്റ് ചെയ്യേണ്ട ഒരു സ്മോളർ എമൗണ്ട് ആണ് ലേണിംഗ് ക്യാപിറ്റൽ. ഇറ്റ്സ് ഓഫ്റ്റൻ എ സ്മോളർ എമൗണ്ട് ഓഫ് മണി set aside to experiment with the strategies, understanding the market behavior and developing strategies and skills. Okay, ഈ ഒരു ട്രേഡർ അയാളുടെ ലേണിംഗ് ഫേസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫേസ് 1 ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സ്മോളർ ക്യാപിറ്റലാണ് ലേണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. ഈ ലേണിംഗ് ക്യാപിറ്റൽ കൊണ്ട് എന്തൊക്കെ ചെയ്യാം? എക്സ്പെരിമെൻറ്റ് വിത്ത് സ്ട്രാറ്റജീസ് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതുപോലെ മാർക്കറ്റ് ബിഹേവിയർ, മാർക്കറ്റിന് എത്ര തരം ബിഹേവിയേഴ്സ് ഉണ്ട്? വോളറ്റൈൽ ബിഹേവിയർ ഉണ്ട്, സൈഡ് വേസ് ബിഹേവിയർ ഉണ്ട്, അതുപോലെ ട്രെൻഡിങ് ബിഹേവിയർ, പലതരത്തിലുള്ള ബിഹേവിയേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതുപോലെ ഡെവലപ്പിംഗ് ട്രേഡിംഗ് സ്കിൽസ്, നമ്മളുടെ ട്രേഡിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ ദ എക്സ്പെക്ടേഷൻ ഈസ് നോട്ട് necessarily to make significant profit but to gain experience and learn from mistake without risking too much. അപ്പം ഈ ഒരു ലേണിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അധികം ക്യാപിറ്റൽ അല്ലെങ്കിൽ അധികം മണി റിസ്ക് ചെയ്യാതെ ഒരു നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്കെന്താണ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ്സ് എതിർപ്പാക്കാതെ നമ്മൾ പ്രോഫിറ്റ് ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഒരു ലേണിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കേണ്ടത്. ഇൻ കേസ് ലേണിംഗ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, സ്ട്രാറ്റജീസ് ടെസ്റ്റ് ചെയ്തു, അതുപോലെ മാർക്കറ്റ് ബിഹേവിയർ, അത് സ്കിൽസൊക്കെ ഒന്ന് ഡെവലപ്പ് മുഴുവനായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ അഷ്യൂർഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഫേസ് നമ്പർ 2 സെക്കൻഡ് ഫേസിൽ ലേണിംഗ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഏണിംഗ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഏണിംഗ് ചെയ്യുന്നത്. മറ്റേ ക്യാപിറ്റൽ വെച്ചിട്ട് ഏൺ ചെയ്യില്ല, പകരം ലേൺ ചെയ്യുള്ളൂ. ഓക്കെ, ഈ ഏണിംഗ് ക്യാപിറ്റലിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ ലേണിങ്ങും ചെയ്യുന്നുണ്ട്, ഏണിങ്ങും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഏണിംഗ് ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് ദ ക്യാപിറ്റൽ യൂസ്ഡ് വൺസ് ദ ട്രേഡർ ഹാസ് ഗെയിൻഡ് ത്രൂ എക്സ്പീരിയൻസ്, കോൺഫിഡൻസ് ഇൻ ദെയർ സ്ട്രാറ്റജീസ്. ആ സ്ട്രാറ്റജീസിൽ കോൺഫിഡൻസും ഒരു എക്സ്പീരിയൻസ് എല്ലാം കുറച്ച് കിട്ടിയ ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റലാണ് ഏണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ ഗോൾ ഹിയർ ടു കൺസിസ്റ്റൻ്റ്ലി ജനറേറ്റ് പ്രോഫിറ്റ്. ഈ ഏണിംഗ് ക്യാപിറ്റൽ കൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാനാണ് നമ്മളുടെ ഇവിടുത്തെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഏണിംഗ് ക്യാപിറ്റൽ ഈസ് ടിപ്പിക്കലി ലാർജ് എമൗണ്ട് ദാൻ ലേണിംഗ് ക്യാപിറ്റൽ. ഏണിംഗ് എമൗണ്ട് പറയുന്നത് ലേണിംഗ് ക്യാപിറ്റലിനേക്കാൾ ഒരുപാട് കൂടുതൽ, ഒരു ലാർജ് എമൗണ്ട് ആയിരിക്കണം ഏണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ആസ് ദ ട്രേഡർ ഈസ് മോർ സ്കിൽഡ് ആൻഡ് ഫോക്കസ്ഡ്, മാക്സിമൈസ് ദ റിട്ടേൺ വൈൽ മാനേജിങ് റിസ്ക് എഫക്റ്റീവ്ലി. കാരണം റിസ്ക് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ സൈക്കോളജി എഫക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എങ്ങനത്തെ ക്യാപിറ്റൽ വേണം? ഒരു ഡീസൻറ്റ് ക്യാപിറ്റലോ അല്ലെങ്കിൽ മിനിമം ഒരു മോഡറേറ്റ് ക്യാപിറ്റലോ നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ ഈ ഏണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് ക്യാപിറ്റലോ ഒരു മോഡറേറ്റ് ക്യാപിറ്റലോ ആണെന്ന് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഏണിംഗ് ക്യാപിറ്റലായിട്ട് പല ആളുകളുടെ കയ്യിലുള്ളതും ഒരു ലോവർ ക്യാപിറ്റലാണ്. ലോവർ ക്യാപിറ്റൽ കൊണ്ട് ശ്രദ്ധിച്ചേക്കാം, ലോവർ ക്യാപിറ്റൽ കൊണ്ട് ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം ഓൺ ദ ബേസ് ഓഫ് ലക്കിൻ്റെ ബേസിൽ വരെ പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു 100% നിങ്ങൾ ലോസിലായിരിക്കും. കാരണം റിസ്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല, അതുപോലെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഈ ലോവർ ക്യാപിറ്റൽ വെച്ച് കഴിയില്ല. അതുകൊണ്ട് ലോവർ ക്യാപിറ്റലാണെങ്കിൽ നിർത്തുക,
ഡീസൻറ്റ് ക്യാപിറ്റലോ മോഡറേറ്റ് ക്യാപിറ്റലോ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ താഴെ എഴുതിയ ജസ്റ്റ് നോക്കുക. ദ ട്രാൻസ്ലേഷൻ ഫ്രം ദ ലേണിംഗ് ക്യാപിറ്റൽ ടു ഏണിംഗ് ക്യാപിറ്റൽ യൂഷ്വലി കംസ് വിത്ത് ഇൻക്രീസ് നോളജ്, എക്സ്പീരിയൻസ് ആൻഡ് കോൺഫിഡൻസ് ഇൻ വൺസ് ട്രേഡിംഗ് മെത്തേഡ്. ഒരാളുടെ ട്രേഡിംഗ് മെത്തേഡിൽ അയാൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു കോൺഫിഡൻസും കുറച്ച് നോളജൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ എവിടേക്ക് വരാൻ പറ്റൂ, ഏണിംഗ് ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളുടെ നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ ടോപ്പിക്സ് ടു കവറിൽ നാലാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലോങ് ടേം ട്രേഡിംഗ് ചെയ്യാൻ എത്ര ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വേണം. ഓക്കെ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞ പോലെ 3 ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഉണ്ട്. ലോങ് ടേം ട്രേഡിംഗ്, ഷോർട്ട് ടേം ട്രേഡിംഗ്, ഇൻട്രാഡേ ട്രേഡിംഗ്. ഇതിൽ ആദ്യത്തെ നമ്മളുടെ ലോങ് ടേം ക്യാപിറ്റൽ, പല ആളുകളും ചെയ്യാത്തതും എല്ലാവരോടും ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് ലോങ് ടേം ട്രേഡിംഗ് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ട റിക്വയർമെൻറ്റ്, ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ 2 തരത്തിൽ ചെയ്യാം. ഓക്കെ, 2 തരത്തിൽ ചെയ്യാം. ഒന്നെന്താണ്, ഒന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, എന്താണ്, ആദ്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഈ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ലോങ് ടേം ട്രേഡിംഗ് ചെയ്യുക അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മൾ ഹോൾഡിങ് എ സ്റ്റോക്ക്. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളുടെ ക്യാഷ് നമ്മൾ മുഖേന നമ്മളുടെ നോളജും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ നേരിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡിൽ വരുന്നതാണ് എന്ത്, ഹോൾഡിങ് എ സ്റ്റോക്ക്. സ്റ്റോക്ക് വാങ്ങിയിട്ട് നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് മുഴുവൻ നോക്കിയിട്ട്, കാരണം എന്താ, ടെക്നിക്കൽസിനേക്കാൾ കൂടുതൽ ലോങ് ടേമിൽ നോക്കേണ്ടതെന്നാണ് ഫണ്ടമെൻ്റൽസ് തന്നെയാണ്. കമ്പനീസിൻ്റെ ഫണ്ടമെൻ്റൽ റേഷ്യോസും കാര്യങ്ങളും, PE റേഷ്യോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നോക്കിയിട്ട് സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ് നമ്മളുടെ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേഷൻ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് മാർക്കറ്റിനെ സമീപിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, എനിക്ക് അനാലിസിസ് ചെയ്ത് ഫണ്ടമെൻ്റലി ചെയ്ത് സ്റ്റോക്സ് വാങ്ങി കീപ്പ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ഇല്ല, നോളജ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ ഈ SIP ETF ബോൺസ് അല്ല, നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ്, SIP ETF പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഹോൾഡിങ് എ സ്റ്റോക്ക് അതുപോലെ ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഡയറക്റ്റ് മെത്തേഡാണ്. അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിൽ SIP അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഇപ്പോൾ ഈ ഡയറക്റ്റ് മെത്തേഡിൽ എന്താണ്, നമ്മളുടെ മണി മാനേജ് ചെയ്യുന്നത് നമ്മളാണ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ എന്താണ്, ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫേംസിൻ്റെ അടുത്ത് നമ്മളുടെ ക്യാഷ് നമ്മൾ പ്രീമിയം അടച്ചുകൊണ്ട് പോയിട്ട് അവർ ഈ പ്രീമിയം ഒരുപാട് ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് അവർ നേരെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ആണ് നമുക്ക് ആനുവലി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് അവരുടെ ലാഭം. അവിടെ നിന്ന് നമ്മളുടെ ക്യാഷ് യൂസ് ചെയ്ത് അവരുണ്ടാക്കുന്നതിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് നമുക്ക് തരുന്നതാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ലാഭം. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ ലോങ് ടേം ട്രേഡിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കെന്താണ്, ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നത്, അതായത് ഹോൾഡിങ് എ സ്റ്റോക്ക് അതുപോലെ ബോൺസ് ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വേണ്ടത്. നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു ലോവർ ക്യാപിറ്റൽ, മോഡറേറ്റ് ക്യാപിറ്റൽ, ഡീസൻറ്റ് ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. ആദ്യം മനസ്സിലാക്കുക. കാരണം നമ്മൾ മ്യൂച്വൽ ഫണ്ട്, SIP ഇതുപോലത്തെ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല ആളുകളും കേട്ടിട്ടുണ്ടാവും 50-30 റൂൾസ്, 50-30-20 റൂൾസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു പൈ ഡയഗ്രത്തിൽ 50%, 30%, 20%. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 50% എന്ന് പറയുന്നത് നമ്മളുടെ നീഡ്സ്, അതുപോലെ 30% എന്ന് പറയുന്നത് നമ്മളുടെ വാണ്ട്സ്, 20% വന്നാൽ സേവിങ്സ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സാലറി, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എന്താണ്, ഞാൻ ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇനി എനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കൂടി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, അവിടെ ഒരു ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ ആവശ്യമില്ല. അവിടെ നോക്കുന്നത് എന്താണ്, നിങ്ങളുടെ ഇൻകത്തിലാണ് കളി. നിങ്ങളുടെ ഇൻകത്തിൻ്റെ 50% എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ നീഡ്സിനായിട്ടായിരിക്കും മാറ്റി വെക്കുക. എന്താണ്, ഗ്രോസറീസ്, ഹൗസിംഗ്, മോർഗേജ്, ഹെൽത്ത്, അതുപോലെ യൂട്ടിലിറ്റീസ് ബിൽസ്,
കറണ്ട് ബില്ല്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബില്ല്, അതുപോലത്തെ കാര്യങ്ങൾ എക്സെട്ര എക്സെട്ര. ഇതൊക്കെയാണ് നമ്മളുടെ 50% നീഡ്സിലേക്ക് പോകുന്നത്. അതുപോലെ വാണ്ട്സ് എന്ന് പറയുന്നത് ഒരു 30%. നമുക്കെന്താണ് ഷോപ്പിങ്സ് വേണം, ഹോബി വേണം, റിലേഷൻഷിപ്പ് വേണം, എക്സെട്ര എക്സെട്ര. നെക്സ്റ്റ് 20% എന്ന് പറയുന്നത് എന്താണ് സേവിങ്സ്. ഓക്കെ, ഇവിടെ നമ്മളുടെ ഈ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു 20% നമ്മളുടെ ഇൻകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സാലറിൻ്റെ 20% ആയിരിക്കണം ഇവിടേക്ക് പോകേണ്ടത്. എന്താണ് സേവിങ്സ് ആണ്. ഇപ്പം നിങ്ങൾ നോക്കുക 20% മുഴുവനായിട്ട് പോകും. അപ്പം നമുക്ക് എന്താണ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. പറയുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കുക, 50-30-20. ഓക്കെ, നമ്മളുടെ ഒരു സാലറി കിട്ടിക്കഴിഞ്ഞാൽ 50% മാറ്റി വെച്ച് നീഡിന് മാറ്റി, 30% വാണ്ടിന് മാറ്റി, പിന്നെ 20% സേവിങ്സിന് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമ്മളുടെ സാലറിൻ്റെ 20% ആദ്യം മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പോവുക. ഈ ഒരു ലെവലിൽ വരുന്നതിന് പകരം ആദ്യം 20% മാറ്റി വെച്ചിട്ട് പോവുക. ഓക്കെ, എന്താണ് അങ്ങനെ പോകാൻ പറയുന്ന കാരണം, ചിലപ്പോൾ എന്താണ് നീഡ് 50% നിൽക്കില്ല, വാണ്ട് 30% നിൽക്കില്ല. അപ്പോൾ എന്താണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 20% ആയിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. പകരം ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ 20 എടുത്ത് വെച്ചു സേവിങ്സിന്. അതിനുശേഷം അപ്പോൾ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ് എന്ന് പറയുന്നത് ബോട്ടം ടു ടോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 25,000 രൂപ മാസം സാലറി കിട്ടുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഓർഡിനറി ആളുടെ കാര്യം പറയുകയാണെങ്കിൽ 50-30-20 റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 50% അയാളുടെ 25,000 രൂപയുടെ 50% എന്ന് പറയുന്നത് എത്രയാണ്? 12,500. ഇതാണ് അയാൾ എന്തിനു വേണ്ടി മാറ്റി വെക്കേണ്ടത്? നീഡ്സിന്. എന്തൊക്കെയാണ് നീഡ്സ് നമ്മൾ പറഞ്ഞത്? ഗ്രോസറീസ്, അതുപോലെ യൂട്ടിലിറ്റീസ്, അതുപോലെ പല കാര്യങ്ങൾ, ഹെൽത്ത്, അതുപോലത്തെ നമ്മളുടെ നീഡ്സ് കാര്യങ്ങൾക്കെല്ലാം വേണ്ടി മാറ്റി വെക്കുന്നതാണ് 12,500 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റലല്ല, സാലറി 25,000 ആണ്. അതിൻ്റെ 30% എന്ന് പറയുന്നത് വാണ്ട്സ്. പക്ഷെ വാണ്ട്സ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് വാണ്ട്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിക്കാം, പക്ഷെ വാണ്ട്സ് വേണം. ഓക്കെ, നമ്മുടെ ഒരു സ്റ്റാറ്റസിൻ്റെ ഒക്കെ ഒരു ഭാഗമായി വാണ്ട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നോൺ എസെൻഷ്യൽ എക്സ്പെൻസസ് ആൻഡ് ഡിസ്ക്രിഷണറി സ്പെൻഡിങ് ലൈക്ക് ഡൈനിങ് ഔട്ട്, എൻ്റർടൈൻമെൻറ്റ്, ഹോബീസ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങളുടെ 25,000-ൻ്റെ ഒരു 30%, ഒരു 7,500, ഇതെല്ലാവരും ചെയ്യുന്നൊന്നും അറിയില്ല, മാറ്റി വെക്കുന്നു. അതിനുശേഷം 20% സേവിങ്സ്. ഓക്കെ, 25,000-ൻ്റെ 20% വരുമ്പോൾ 5,000 രൂപയാണ്. ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഈ ഒരു റൂൾ എല്ലാവർക്കും അതുപോലെ പാലിക്കാൻ കഴിയണമെന്നില്ല. ഇപ്പം 50%-ന് പകരം ചിലപ്പോൾ 60% ആകും നീഡ്. ഓക്കെ, അപ്പം സേവിങ്സ് ചിലപ്പം 10% ആകും, ചിലപ്പോൾ 0, ഒന്നും ഉണ്ടാവാതിരിക്കും. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നീഡ്സിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തണമെങ്കിൽ നിങ്ങൾ വാണ്ട്സിലേക്ക് ഫോക്കസ് ചെയ്യുക. ദയവ് ചെയ്ത് നീഡ്സിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താൻ ഒരു കാരണവശാലും സേവിങ്സിലേക്ക് വരരുത്. നമ്മളുടെ വാണ്ട്സ് കുറയ്ക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഹോബീസ്. ഓക്കെ, ഈ ഒരു മന്ത് നമ്മുടെ ഹോബീസ് ഒന്ന് ഒഴിവാക്കുക, എൻ്റർടൈൻമെൻറ്റൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഓക്കെ, ആ ഒരു എമൗണ്ട് നമുക്ക് ഇതിൽ സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ദിസ് റൂൾസ് ഹെൽപ്സ് ടു മാനേജിങ് ദ ഫൈനാൻസ് ബൈ എൻഷുറിംഗ് ദാറ്റ് ദ എസെൻഷ്യൽ നീഡ്സ് ആർ കവേർഡ്, അലോവിംഗ് ഫോർ പേഴ്സണൽ എൻജോയ്മെൻറ്റ് ആൻഡ് ബിൽഡിംഗ് സേവിങ്സ് ഓർ റെഡ്യൂസിങ് ഡെപ്ത്. ഓക്കെ, ഡെപ്ത്. ഇപ്പം നിങ്ങൾ മെയിനായിട്ട് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന കാര്യം നോക്കുക. നമ്മൾ 20% ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 50-30-20. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 10% എന്ന് പറയുന്ന ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ടും 10% സേവിങ്സ് ഓർ എമർജൻസി ഫണ്ടിനായിട്ടും നിങ്ങൾ കരുതുക. ഓക്കെ, നമ്മളുടെ 20% എന്ന് പറയുമ്പോൾ 5,000 രൂപ അല്ലേ? നേരത്തെ ഒരു സാലറി കിട്ടുന്ന ആളുടെ ആ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുന്ന സമയത്ത് അയാളുടെ 20% എന്ന് പറഞ്ഞാൽ 5,000 രൂപയാണ്. ഈ 5,000 രൂപയിൽ 2,500 രൂപ എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് എടുക്കാം, ഇൻഡയറക്റ്റ് മെത്തേഡിന്. അതുപോലെ 2,500 എന്ന് പറയുന്നത് ഒരു സേവിങ്സ് അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ടായിട്ട് വെക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് 2,500 മ്യൂച്വൽ ഫണ്ട്സ്, SIP, ETF ഇതുപോലത്തെ കാര്യങ്ങളിലും ഇടാം. അതുപോലെ തന്നെ ബാക്കിയുള്ള 10% നിങ്ങൾ ചിട്ടി, അതുപോലെ തന്നെ പിഗി ബാങ്ക്സ്, കുഞ്ചിയിലിട്ട് വെക്കാം, അതുപോലെ ബാങ്ക് സേവിങ്സ്. ഓക്കെ, ഇതൊക്കെ ഈ ഒരു മെത്തേഡിൽ കാര്യങ്ങൾ ചെയ്യാം.
എന്താണ് 20% സേവിങ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ സേവിങ് എമൗണ്ട് നമ്മൾ ഇതുപോലെ എന്താണ് ഇപ്പോൾ ഈ 10% ഓഫ് സേവിങ്സ് എമർജൻസി ഫണ്ടാക്കി വെക്കുമ്പോൾ എന്താണ് നമ്മൾ ബാങ്ക് സേവിങ്സിൽ ബാങ്കിലൊക്കെ നിങ്ങൾ ഒരു ചെറിയ എമൗണ്ട് ഇട്ടാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് അറിയാം, വളരെ തുച്ഛമായിട്ടുള്ളതാണ്. പിഗ്ഗി ബാങ്കിൽ ഇടുകയാണെങ്കിൽ ഇൻട്രസ്റ്റും ഇല്ല, ഒന്നുമില്ല. അതെന്താണ്, അത് ഡെഡ്ലി മണിയാണ്, ഇന്നാക്റ്റീവ് മണിയാണ്. നമ്മൾ ഈ ഇന്നാക്റ്റീവ് മണി അതുപോലെ ചിട്ടിയിൽ എങ്ങനെയാണ്, ചിട്ടിയിൽ കയറുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ മന്ത്ലി ഇങ്ങനെ പ്രീമിയം അടച്ചുകൊണ്ട് നിൽക്കും. പ്രീമിയം അല്ല, നമ്മളൊരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചുകൊണ്ട് നിൽക്കും. അതുപോലെ തന്നെ എന്താണ്, ആ മന്ത് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എത്ര രൂപയാണോ കൊടുത്ത ആ പൈസ കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ നമ്മൾ ആയിരം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അത് 24 മാസമാകുമ്പോൾ 24,000 എന്ന് പറഞ്ഞൊരു വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് ചിലപ്പോൾ എന്താണ് ഫസ്റ്റത്തെ ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അവർ പിടിക്കും, ചില ആളുകൾ ഒന്നും പിടിക്കില്ല. അപ്പോൾ എന്താണ് അവിടെയും എന്താണ് ചിട്ടിയിലും എന്താണ് നമ്മളുടെ മണി എന്ന് പറഞ്ഞാൽ ഇന്നാക്റ്റീവ് മണി തന്നെയാണ്. പക്ഷെ എന്താണ് നമ്മളുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ മ്യൂച്വൽ ഫണ്ട്സിലേക്കൊക്കെ ഇടുന്ന സമയത്ത് അവിടെ കോമ്പൗണ്ടിങ് ആണ് നടക്കുന്നത്. നമ്മളുടെ സേവിങ്സ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ മ്യൂച്വൽ ഫണ്ട്, SIP ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ കോമ്പൗണ്ടിങ് ആണ് നടക്കുന്നത്. ഇന്നാക്റ്റീവ് മണി ആക്റ്റീവ് മണി ആവുകയാണ്. ഓക്കെ, അവിടെ ആക്റ്റീവ് മണി ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പോൾ 25,000 രൂപയുള്ള ആൾ നോക്കിയ പോലെ ഒരു 30,000 രൂപയുള്ള ഒരാൾ നോക്കാം. നിങ്ങളുടെ നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ഒരു 20% മിനിമമാണ് പറയുന്നത്. 20% നിങ്ങൾക്ക് സേവിങ്സ് ആക്കാം. സേവിങ്സിൽ വേണമെങ്കിൽ നിങ്ങൾ അതിനെ 50-50 ആക്കിയിട്ട് 50 ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് മ്യൂച്വൽ ഫണ്ട്, SIP കാര്യങ്ങളിലേക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് 10% എന്താണ് ചിട്ടി, പിഗ് ബാങ്ക്സ്, അതുപോലെ തന്നെ എന്താണ് ബാങ്കിങ് സേവിങ്സ് ആയിട്ട് ഒരു എമർജൻസി ഫണ്ടായിട്ട് നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഐഡിയൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളെന്താണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ നോക്കുന്ന കാര്യം പറയും. ഇനിയാണ് ഡയറക്റ്റ് മെത്തേഡിലൂടെ നമ്മൾ നോക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ മാർക്കറ്റിലേക്കുള്ള പാർട്ടിസിപ്പൻറ്റ് ഡയറക്റ്റ് ആണ്. നമുക്കൊരു മ്യൂച്വൽ ഫണ്ടും വേണ്ട, നമ്മുടെ SIP ചെയ്യേണ്ട. നമുക്കെന്താണ് എനിക്ക് നന്നായിട്ട് ഫണ്ടമെൻ്റലി അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് 3 തരം ഇൻവെസ്റ്റ്മെൻറ്റ് രീതിസ് ഉണ്ട്. എന്താണ് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, എന്താണ് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് ആക്ച്വൽ വാല്യൂന്നും ഒരു അണ്ടർ വാല്യൂ ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്സ് എന്ന് വെച്ചാൽ എന്താണ് ലോ ഇൻട്രൻസിക് വാല്യൂ ഉള്ള സ്റ്റോക്സ് നോക്കിയിട്ട് അത് ഫ്യൂച്ചറിലേക്ക് അതിൻ്റെ പ്രൈസ് റൈസ് ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ വാങ്ങുന്ന ഒരു മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൊറോണ സമയത്ത് സ്റ്റോക്ക് എല്ലാം ഒരു ഇടിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു സമയമായിരുന്നു. ഓക്കെ, അതാണ് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് എന്താണ് ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഹൈ പൊട്ടൻഷ്യലുള്ള ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് അല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചറിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള സ്റ്റോക്സിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ പ്രൈസ് ഇനിയും ഒരു അണ്ടർ വാല്യൂയിലേക്ക് വരാനൊന്നും നമ്മൾ കാത്തിക്കില്ല. കാരണം അത് അണ്ടർ വാല്യൂ ആയിട്ട് വരാൻ ചാൻസ് കുറവാണ്. ഇതുപോലത്തെ റെസിഷൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ വരൂ. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ബ്ലൂ ചിപ്പ് സ്റ്റോക്സിൽ നമ്മൾ എന്ത് ചെയ്യും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇവിടെ ഡിവിഡൻഡ് ഇൻവെസ്റ്റിങ്ങിൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇവിടെ ഫോക്കസിങ് ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ്. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻസ് കൊടുക്കുന്ന കമ്പനീസ് കണ്ടുപിടിച്ച് അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പുറമെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനീസിൽ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അത് വെച്ച് നമ്മളിപ്പോൾ ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന ആ സമയത്ത് പോയിട്ട് സ്റ്റോക്ക് വാങ്ങല്ല. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരു സർട്ടൺ പീരീഡിൻ്റെ ഉള്ളിൽ വരെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിലേ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അല്ലാതെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന അന്ന് തന്നെ പോയിട്ട് 1,000, 2,000, 3,000 വാങ്ങി വെച്ചാൽ അതിനൊന്നും ഡിവിഡൻഡ് കിട്ടില്ല. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിന് തൊട്ട് മുന്നേ ഒരു സർട്ടൺ പീരീഡ് നമ്മൾ ആ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും മാർക്കറ്റിലേക്ക് പാർട്ടിസിപ്പേഷൻ മനസ്സിലായി. ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ 3 ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡായിരിക്കും നമുക്കുണ്ടാവുക. അതാണ് ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ 50-30 റൂൾ വെച്ചിട്ട് നമ്മളുടെ 20% ആയിട്ടുള്ള സേവിങ്സിനെ ഒരു ആക്റ്റീവ് മണിയും ഇൻആക്റ്റീവ് മണിയാക്കി മാറ്റും.
ആക്റ്റീവ് മണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട്, SIP, ETF ഇതുപോലത്തെ ഇതിലേക്ക് റിസ്ക് ഫ്രീ, അല്ലെങ്കിൽ റിസ്ക് ഫ്രീ എന്ന് പറയില്ല, ലോവർ റിസ്ക് ആയിട്ടുള്ള കാറ്റഗറിയിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് ഒരു എമർജൻസി ഫണ്ട് എന്ന രീതിയിൽ ബാങ്ക് സേവിങ്സും കാര്യങ്ങളാക്കുന്നു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ഒരു ഗ്രാഫിൽ ഇതെന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഈ 10% എന്താണ് സേവിങ്സ്, ഒരു സേവിങ്സ് ആ ഒരു രീതിയാണ്. കാരണം എന്താണ് സേവിങ്സ് ചെയ്യുന്ന ചിട്ടിയിൽ എമൗണ്ട് ഇട്ട ചിട്ടി ചെയ്ത ആൾ മുങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു റിസ്ക് ഉണ്ട്. ഓക്കെ, പിഗ്ഗി ബാങ്ക് നമ്മളൊരു കുഞ്ചി വാങ്ങി അതിൽ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ അതാരെങ്കിലും എടുത്തു കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിൽ നിന്ന് ചാമ്പാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട്. അതുപോലെ ബാങ്ക് സേവിങ്സ്, ബാങ്ക് പൊട്ടി പോകാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ മൈന്യൂട്ട് സേവിങ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ റിസ്ക് ഇൻവോൾവ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പോലത്തെ ഈ ഇൻഡയറക്റ്റ് മെത്തേഡായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്, SIP ഇതിലും എന്താണ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴും ഒരു റിസ്ക് ഉണ്ട്. ഓക്കെ, അതിലും ഒരു റിസ്ക് ഉണ്ട്. നെക്സ്റ്റ് എന്താണ് നമ്മളുടെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്സിൽ, ബോണ്ട്സിൽ കാര്യങ്ങളിലെല്ലാം പോയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെയും ഒരു റിസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് റിസ്ക് ലോങ് ടേമിലും ഉണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ക്യാഷിനെ ഒരു ആക്റ്റീവ് ക്യാഷ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിങ് അതിൽ വരുമ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താ ഇതിൽ നമ്മൾ ഈ ലോങ് ടേമിലെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് പറഞ്ഞതിൽ നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും മാർക്കറ്റിനെ സമീപിക്കാം. ഡയറക്റ്റ് ആയിട്ട് സമീപിക്കുമ്പോഴാണ് നമ്മൾക്ക് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ ആ ഒരു ആവശ്യകത വരുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ നമുക്കൊരു ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ 30-20-50 റൂൾ പാലിച്ചാൽ മാത്രം മതി. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് there is no fixed minimum capital required for long term investment, but practically consider can guide your decisions. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളാണ്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ടു ബിൽഡ് എ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 to 5 lakh can be beneficial, allows to invest in multiple stocks or mutual funds or for reducing risk. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് നമ്മളുടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ എന്താ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടേം എന്ന് പറയുന്നത് നമ്മളുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ലോങ് ടൈമിന് എന്താണ് ഒരുപാട് സ്റ്റോക്സ് വാങ്ങിക്കൂട്ടുക. ഈ സ്റ്റോക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഓട്ടോ സെക്ടറിലുള്ളതായിരിക്കാം, ഫാർമ സെക്ടറിലുള്ളതായിരിക്കാം, അതുപോലെ തന്നെ IT സെക്ടറിലുള്ളതായിരിക്കാം, മീഡിയ സെക്ടറായിട്ടുള്ളതായിരിക്കാം. ഓക്കെ, അങ്ങനെ പലതരം സെക്ടേഴ്സിലുള്ള അതാണ് ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത്. ചിലപ്പോൾ ചിലപ്പം കുറച്ച് മ്യൂച്വൽ ഫണ്ടിലേക്കും പോകും. ഓക്കെ, സ്റ്റോക്സിൽ പോകും, കുറച്ച് ബോണ്ട്സിൽ പോകും. അപ്പോൾ ഇവിടെ റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. നിങ്ങൾ കൊറോണയുടെ സമയം നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ സെക്ടറും താഴ്ന്ന സമയത്ത് ഫാർമ സെക്ടർ, അതുപോലെ മീഡിയ സെക്ടർ, അത് അതിൻ്റെ ഒരു അപ് ട്രെൻഡ് തന്നെ ആയിരുന്നു. അപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സെക്ടർ അല്ലെങ്കിൽ ഔട്ട് പെർഫോം ചെയ്താലും മറ്റൊരു സെക്ടർ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പല സെക്ടേഴ്സിലുള്ള സ്റ്റോക്സ് നമ്മളുടെ കയ്യിൽ വേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് ഒരു 1 to 5 lakhs നമ്മളുടെ കയ്യിൽ മിനിമം വേണം. ഒരു മോഡറേറ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു 5 lakh എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം നമുക്ക് ലിവറേജ് കിട്ടില്ല. നമ്മൾ ആക്ച്വലി ആ സ്റ്റോക്കിന് ആ ഒരു ഫുൾ എമൗണ്ട് കൊടുത്തിട്ടായിരിക്കണം നമ്മൾ വാങ്ങേണ്ടത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതൊന്നും വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരു ഇൻഡയറക്റ്റ് രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ 50-20 റൂൾസ്. നിങ്ങളെ കയ്യിൽ ഒരു 500 രൂപയാണ് ഉള്ളതെങ്കിൽ ഒരു 500 രൂപയുടെ നല്ല മ്യൂച്വൽ ഫണ്ട്സ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല. നല്ലൊരു മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോർ ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് start at least 50 to 1 lakh is often recommended to cover a transaction cost to invest a few different stock. നമ്മൾ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിലും നമുക്ക് നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിലൊക്കെ ഒരു സെർട്ടൺ എമൗണ്ട് ഒരു 50,000 to 1 lakh. 50,000 ഒരു മോഡറേറ്റ് ക്യാപിറ്റലാണ്. 1 lakh എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് ക്യാപിറ്റലാണ്. ഓക്കെ, ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള രീതിയിൽ. അപ്പോൾ ഓവറോൾ ദ എമൗണ്ട് യു ഇൻവെസ്റ്റ് ഷുഡ് ബി അലൈൻഡ് വിത്ത് യുവർ ഫൈനാൻഷ്യൽ ഗോൾ, റിസ്ക് ടോളറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോറിസോൺ. ഈ ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫൈക്ക് വേണ്ടിയിട്ട് ഒരു 1 lakh to 5 lakh. അതുപോലെ മ്യൂച്വൽ ഫണ്ടിന് നമ്മളൊരു ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് പറയുന്നില്ല.
സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതാണ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു നേച്ചർ അല്ലാതെ ഒരു ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 50,000 to 1 lakh rupees നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, ഫോർ എ ഡീസൻറ്റ് ഓർ എ മോഡറേറ്റ് ക്യാപിറ്റൽ ഓർ എന്നുള്ളതിൻ്റെ ഒരു ബേസിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ലോങ് ടേം ട്രേഡിംഗ് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ എത്ര വേണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ട ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഇപ്പോൾ എന്താണ് നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ് സ്വിംഗ് ട്രേഡിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പാർട്ട് ടൈം പാർട്ടിസിപ്പേഷൻ ആവുന്നതാണ് ബെറ്റർ. നിങ്ങൾ ഒരു ജോലിയുടെ കൂടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡാണ് ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗുഡ് സ്വിംഗ് ഈസ് ദ കിങ് എന്നൊക്കെ പറയുന്ന പോലെ പാർട്ട് ടൈം പാർട്ടിസിപ്പേഷന് ബെറ്റർ ആയിട്ടുള്ളത് സ്വിംഗ് ട്രേഡാണ്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡിലൊക്കെ ചെയ്യാം, ഇക്വിറ്റി സ്റ്റോക്സിൽ ചെയ്യാം, ഫ്യൂച്ചേഴ്സിൽ ചെയ്യാം, ഓപ്ഷൻസിൽ ചെയ്യാം. ഇപ്പം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്, ഇക്വിറ്റി തന്നെയാണ്. കാരണം എന്താണ്, ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ് ക്യാഷ് മാർക്കറ്റാണ്. ഓക്കെ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റാണ്. അത് കോൺട്രാക്റ്റ് ബേസിലാണ് ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സിൽ ചെയ്യുന്നതാണെങ്കിലും ഓക്കെ കുറച്ച് എക്സ്പീരിയൻസ്, പക്ഷേ ഓപ്ഷൻസിൽ നിങ്ങൾ ദയവ് ചെയ്ത് സ്വിങ് ചെയ്യരുത്. കാരണം തീറ്റാറ്റിക്കൻ്റെ പവർ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം ഇൻട്രാഡേയിൽ തന്നെ ആളുകൾ ഓപ്ഷൻസ് ചെയ്യാൻ പാടുപെടുന്ന സമയത്ത് നമ്മളൊരു സ്വിങ് കാറ്റഗറിയിലേക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ അത് ഞാനിവിടെ എഴുതാനേ പാടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് എന്തുകൊണ്ട് ഇക്വിറ്റി ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് മാർജിൻ ഇല്ല. നമ്മളെന്താ റൊക്കം എമൗണ്ട് കൊടുത്ത് നമ്മൾ വാങ്ങണം. ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആ ഫ്യൂച്ചേഴ്സ് അതിൻ്റെ ആ ഒരു എന്താണ് ഒരു 10% മാർജിൻ എമൗണ്ട് നമുക്ക് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ എന്താണ് അതിൻ്റെ സ്വിംഗ് എന്ന് പറയുന്നത് 1 month. നിങ്ങൾക്കറിയാം ഫ്യൂച്ചർ കോൺട്രാക്റ്റ് 3 month സൈക്കിളിലാണ്. ഓക്കെ, കറണ്ട് മന്ത്, നിയർ മന്ത്, നെക്സ്റ്റ് മന്ത് എന്നുള്ള ആ ഒരു സൈക്കിളിലാണ് എന്തുള്ളത് ഫ്യൂച്ചേഴ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്നാൽ ഒരു ലേണിംഗ് ക്യാപിറ്റലായിട്ട് 10,000, 20,000, 30,000 റുപ്പീസ് ഒക്കെ നമുക്കൊരു ലേണിംഗ് ക്യാപിറ്റലായിട്ട് പരിഗണിക്കാം. മനസ്സിലാക്കുക, പല സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളുടെയും ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏണിംഗ് ക്യാപിറ്റലായിരിക്കും. ചിലപ്പം ഞാൻ ഈ പറഞ്ഞ 10K, 20K, 30K. ഓക്കെ, ഇവിടെ ഏണിംഗ് ക്യാപിറ്റലായിട്ട് അല്ലെങ്കിൽ എന്താണ് 1 lakh to 3 lakh കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടൊരു മോഡറേറ്റ് എമൗണ്ടാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തത് 1 lakh to 3 lakh. കാരണം എന്താണ്, നമ്മൾ ഇക്വിറ്റിയിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇക്വിറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർജിൻ കിട്ടില്ല. നമുക്ക് 5x ലിവറേജ് കിട്ടണമെങ്കിൽ നമ്മൾ ഇൻട്രാഡേ ചെയ്യണം. നമുക്ക് നല്ലൊരു സ്റ്റോക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നല്ലൊരു സ്റ്റോക്ക് ഒരു നിഫ്റ്റി 50 ഒരു സ്റ്റോക്കൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് അത്യാവശ്യം നല്ല വില ഉണ്ട്. കാരണം 100 രൂപയുടെ താഴേക്കുള്ള നിഫ്റ്റി 50 സ്റ്റോക്ക് ഉണ്ടെന്ന് തന്നെ തോന്നില്ല. ഇല്ല. ഓക്കെ, എല്ലാം ഒരു 300-400 രൂപ അല്ലേ, ആ ഒരു റേഞ്ചിലൊക്കെയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉള്ളത്. അത്യാവശ്യം നല്ലൊരു ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് തരുന്ന സ്വിംഗ് ബേസിൽ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് തരുന്ന ഒരു നിഫ്റ്റി 50 സ്റ്റോക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് അറൗണ്ട് എന്താണ് ഒരു 500 രൂപയുടെയൊക്കെ മുകളിലാണ്. അപ്പം നമുക്കൊരു 100 ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങണമെങ്കിൽ തന്നെ മിനിമം ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ഒക്കെ എടുത്ത് അത് വരും. ഒരു 30 to 20 അതൊക്കെയാണ് ഒരു അത്യാവശ്യം ഒരു നല്ലൊരു പ്രോഫിറ്റ് കിട്ടുക. അല്ലെങ്കിൽ ഒരു 10 ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങിയാൽ നമുക്ക് അധികം ഒന്നും ഒരു 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 എന്താണ് ഒരു സൈഡ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ, സൈഡ് ഇൻകം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരു ബിസിനസ്സാണ്. അപ്പോൾ പ്രോഫിറ്റ് ടേംസിൽ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് എടുക്കണം. അപ്പോൾ എന്താണ് ഒരു ഏണിംഗ് ക്യാപിറ്റലായിട്ട് ഒരു 1 to 3 lakh എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡീസൻറ്റ് എമൗണ്ട് ഫോർ സ്വിംഗ് ട്രേഡിങ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ക്യാപിറ്റൽ യൂസ് ചെയ്തത് മന്ത്ലി എത്ര പെർസെൻറ്റേജ്, ഇവിടെ ഞാൻ പറയുന്നത് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 5% to 10%. 5% to 10%. ഇതിൽ 10%, നമ്മളുടെ ക്യാപിറ്റലിൻ്റെ 10% നമുക്ക് മന്ത്ലി കിട്ടിയെന്ന് വെച്ചാൽ അതൊരു ഹ്യൂജ് റിട്ടേൺ ആണ്. ഓക്കെ, ഇവിടെ പല ബാങ്ക്സ് 10% വരെ ആനുവലി കൊടുക്കുന്നുണ്ടെന്നും അറിയില്ല. പക്ഷെ നമ്മളെന്താണ് മന്ത്ലി ഒരു 5 to 10, 5 കിട്ടുകയാണെങ്കിൽ ഓക്കെ, 6 കിട്ടുകയാണെങ്കിൽ ഓക്കെ, 7 കിട്ടുകയാണെങ്കിലൊക്കെ ഓക്കെ, സൂപ്പർ. 8, 9, 10 കിട്ടുകയാണെങ്കിൽ ഹ്യൂജ്. കാരണം എന്താ, നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ചിരിക്കും നമ്മളുടെ ഇമോഷൻ. നമ്മളെപ്പോഴും നമ്മളുടെ എക്സ്പെക്റ്റേഷൻ
നമ്മളുടെ ലോവർ ആക്കി വെക്കുക. റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്യാൻ വെക്കുക. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്യുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ നമ്മളെ ഇമോഷൻ നമ്മളെ കണക്ട് ചെയ്യില്ല. പല ആളുകളും 1 lakh rupees യൂസ് ചെയ്ത് 30%, 40%, 50%. നിങ്ങൾ ആലോചിക്കുക, 1 lakh യൂസ് ചെയ്തിട്ട് 50% മന്ത്ലി എടുക്കുക എന്ന് പറഞ്ഞാൽ 50,000 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ, അതുപോലെ തന്നെ എന്താണ് അയാൾ എടുക്കുന്ന റിസ്ക്, ഇതൊക്കെ ഹ്യൂജാണ്. പക്ഷെ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി കിട്ടില്ല. അപ്പോൾ എന്താണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ നമ്മളൊരു ഡീസൻറ്റ് ലെവലിൽ കീപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, എക്സ്പെക്റ്റേഷൻ ഇൻ ട്രേഡിംഗ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റ് അവർ സൈക്കോളജി. ഒബ്വിയസ്ലി ട്രൂത്ത്. When the traders set high or unrealistic expectation, they may experience stress, anxiety, frustration when the market does not meet to choose hope. എന്താണ് നമ്മളൊരു ഹൈ ലെവൽ ഓഫ് അല്ലെ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ, ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളുടെ ക്യാപിറ്റലിൻ്റെ ഒരു 30, 40, 50, 60 ആ ഒരു ലെവലിലൊക്കെ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് നമ്മളുടെ മേജറായിട്ടുള്ള ഇമോഷൻസ്, സ്ട്രെസ് വരും, ആങ്സൈറ്റി വരും, ഫ്രസ്ട്രേഷൻ വരും. ഈ കാര്യങ്ങളും അതുപോലെ മാർക്കറ്റിൽ ഇത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വളരെയധികം ഒരു റിഗ്രറ്റ് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് ഈസ് ഓഫ്റ്റൻ ടു ലീഡ് ഇമോഷണൽ ഡിസിഷൻ ലൈക്ക് ഓവർ ട്രേഡിങ് ഓർ ചേസിങ് ലോസ്. ഓക്കെ, ഇതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന രീതിയിൽ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാൻ പോകും. അതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഓരോ ലോസ് ചേസ് ചെയ്ത് നമ്മൾ പിടിക്കും. ഓക്കെ, കീ ബാലൻസ്ഡ് എക്സ്പെക്റ്റേഷൻ. ബാലൻസ്ഡ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ എക്സ്പെക്റ്റേഷൻ, മോഡറേറ്റ് എക്സ്പെക്റ്റേഷൻ, ഡീസൻറ്റ് എക്സ്പെക്റ്റേഷൻ, അതുപോലെ റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ. ഓക്കെ, ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ ക്ലിയർ മൈൻഡ് സെറ്റ്. അതുപോലെ അലൈവിങ് മോർ ഡിസിപ്ലിൻഡ് ആൻഡ് ഒബ്ജക്റ്റീവ് ട്രേഡിംഗ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാപിറ്റലാണ് ഉള്ളതെങ്കിൽ ദയവ് ചെയ്ത് പണിക്ക് നിൽക്കരുത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യിൽ ലോവർ ക്യാപിറ്റലാണുള്ളത്. ലോവർ ക്യാപിറ്റലിൽ ലക്ക് ചിലപ്പം വരും ഷോർട്ട് ടേം പീരീഡിൽ. നിങ്ങളുടെ ക്യാപിറ്റലിൽ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിർത്തുക. എന്നിട്ട് ഒരു ഏണിങ് ക്യാപിറ്റൽ, ഒരു ഡീസൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരിക. അതിന് ശേഷം ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്പെക്റ്റൻസി ഈ ഒരു ലെവലിൽ നിർത്തുക. സ്വിംഗ് ട്രേഡിങ്ങിൽ 10% എന്ന് പറയുന്നത് ഹ്യൂജാണ്. ഒരു മന്ത്ലി ഒക്കെ 10% കിട്ടുക എന്ന് പറഞ്ഞാൽ ഹ്യൂജാണ്. 1 lakhൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10,000 രൂപ. ഒരു മാസം 10 lakh യൂസ് ചെയ്തിട്ട് മാസം 10,000 എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഹ്യൂജാണ്. 10 പോലും എക്സ്പെക്റ്റ് ചെയ്യരുത്. മോഡറേറ്റ്ലി എങ്ങനെയാണ് ഒരു 5 to 7% ഒക്കെയാണ് ആക്ച്വലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യില്ല. എൻ്റെ റിയലിസ്റ്റിക് സെറ്റ് എന്ന് പറയുന്നത് 5 to 7 ആണ്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ 10% കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ എക്സ്പെക്റ്റഡ് റിട്ടേണും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 lakh, 2 lakh, 3 lakh. 1 lakh ഈ 5%, അതുപോലെ തന്നെ 10%, അതുപോലെ തന്നെ 20%. ഇവിടെ ഞാൻ പറയുന്നത് 5% എന്ന് പറയുന്നത് 5% റിട്ടേൺ എക്സ്പെക്റ്റേഷൻ, 10% റിട്ടേൺ എക്സ്പെക്റ്റേഷൻ, 20% റിട്ടേൺ എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 lakhൻ്റെ 5% പറയുമ്പം 5,000 രൂപ. 2 lakhൻ്റെ 5% എന്ന് പറയുമ്പോൾ 10 lakh റുപ്പി. 3 lakhൻ്റെ 5% പറയുമ്പോൾ 15,000. 5 lakh ഇനി നമ്മൾ 5% നോക്കുകയാണെങ്കിൽ 5% നമ്മൾ സ്വിങ് ചെയ്യുന്നെങ്കിൽ ദിസ് ഈസ് മോർ മോഡസ്റ്റ് ഗോൾ മൈറ്റ് റിസൾട്ട് ഇൻ ഗ്രേറ്റ് ഇമോഷണൽ കൺട്രോൾ ആൻഡ് ഡിസിപ്ലിൻഡ് ഡിസിഷൻ മേക്കിംഗ് സിൻസ് ദ ഗോൾ ഈസ് റിയലിസ്റ്റിക് ഗോളാണ്. കാരണം ക്യാപിറ്റലിൻ്റെ 5% എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഡിസിപ്ലിൻഡ് ആവാനും നമ്മളുടെ ഇമോഷൻ അധികം നമുക്ക് ഇമോഷനെ എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഡിസിഷൻ മേക്കിങ്സും കാര്യങ്ങളെല്ലാം എടുക്കാം. അതുപോലെ തന്നെ പല ഇമോഷൻസും ഇതെല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ലീഡ് ടു ബെറ്റർ എക്സിക്യൂഷൻ ചെയ്യാനും കഴിയും. 5% എന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 1 lakhൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10K. 2 lakh എന്ന് പറയുന്നത് 10% 20K. 3 lakhൻ്റെ 10% 30,000 രൂപ. 10% നോക്കുകയാണെങ്കിൽ ഇതൊരു മോഡറേറ്റ് റിട്ടേൺ ആണ്. എന്നിരുന്നാലും ഇതൊരു ഹൈ റിട്ടേൺ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇമോഷൻസ് ലൈക്ക് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ് ബട്ട് സോ ഫിയർ the market does not have move expected. The balance between optimism and caution can sometimes lead to indecision or impatient. ഓക്കെ, 10% എന്ന് പറയുന്നതും ഒരു മോഡറേറ്റ് റിട്ടേൺ ആണ്. പക്ഷേ പല സമയങ്ങളിലും പലർക്കും 10% കിട്ടാറുമുണ്ട്.
ഓക്കെ. അപ്പോൾ എന്താണ് 10%. നെക്സ്റ്റ് നോക്കുക 20%. 20% അതിന് എബോ എന്നൊക്കെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ ഒരു എന്താണ്, ഇതിൽ ഓവർ കോൺഫിഡൻസ്, ഗ്രീഡ്, പല കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം എന്താണ്, നമ്മളുടെ ക്യാപിറ്റലിൻ്റെ 20% നമ്മളിവിടെ ചെയ്തത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ചെയ്യുക. 5 to 10 ഇതാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു റിട്ടേൺ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. 20%. സ്വിങ് ട്രേഡ് ബേസിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 10% മുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യരുത്. എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൈക്കോളജി റോങ് ആവും. നിങ്ങളുടെ ആ സൈക്കോളജി റോങ് ആയി കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് പോവും. അപ്പാടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാൻ വേറെ ഒന്നും വേണ്ട. ഓക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഇവിടെ എന്താണ് 1 lakhൻ്റെ 5% ആണ് 5000 രൂപ. അത് മതി. ആലോചിച്ച് നോക്കുക, 1 lakhൽ ഉണ്ടെങ്കിൽ ഒരു 5% ഒക്കെ നമുക്ക് സ്വിങ് ട്രേഡിങ്ങിൽ സുഖമായിട്ട് എടുക്കാം. പക്ഷെ 1 lakhൻ്റെ 20% എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അത് കുറച്ച് എഫേർട്ട് ഇടണം. എഫേർട്ട് രണ്ടിലും ഇടണം. പക്ഷെ എന്താണ്, കുറച്ചുകൂടി ഇമോഷണൽ കാര്യങ്ങൾ നമ്മൾ എഫക്റ്റ് ചെയ്യും 20% വരുന്ന സമയത്ത്. അപ്പോൾ എന്താണ്, പല പ്രൊഫഷണൽസും എന്താ ചെയ്യുന്നത്, അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹ്യൂജ് ക്യാപിറ്റലായിരിക്കും. അതിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് മന്ത്ലി ഒരു 10 lakh ആണ് വേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് മന്ത്ലി ഒരു 10,000 രൂപ മാസം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 lakhൻ്റെ 5% എടുക്കുക. പകരം എന്ത് ചെയ്ത് നിങ്ങൾ 2 ലക്ഷം യൂസ് ചെയ്തിട്ട് 10% എടുക്കുന്നതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മന്ത്ലി, എനിക്കിപ്പോൾ 10K അല്ലെങ്കിൽ ഒരു 10,000 രൂപ മന്ത്ലി വേണം എൻ്റെ സാലറിക്ക് പുറമേ എന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും ബെറ്റർ എന്താണ്, 10 lakhൻ്റെ 5% എടുക്കുന്നതാണ്. പകരം എന്താ, 1 lakhൻ്റെ 10% എടുക്കുകയാണെങ്കിൽ എന്താണ്, എനിക്ക് 10K കിട്ടും. പക്ഷെ എന്താണ്, കുറച്ചുകൂടി ഇമോഷൻസ് എന്നെ എഫക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ്, നമ്മളുടെ എക്സ്പെക്റ്റ് റിട്ടേൺ നമ്മൾ സ്റ്റേബിളായിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്യാപിറ്റൽ കൂട്ടുക. പല ആളുകളും എന്താണ്, സെയിം ക്യാപിറ്റൽ തന്നെ വെച്ചിട്ട് നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് കൂട്ടുന്നത്. എക്സ്പെക്റ്റഡ് റിട്ടേൺ എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ട് വെച്ചും കൊണ്ട് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കുക, 1 lakhൻ്റെ 5% അല്ല 2 lakhൻ്റെ 5%, 2 lakhൻ്റെ 5% അല്ല 3 lakhൻ്റെ 5%. അപ്പോൾ എന്താണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ 5% തന്നെയാണ്. പക്ഷേ ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് കൂടും. ഓക്കെ. അതുകൊണ്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ സ്റ്റേബിളായിട്ട്, റിയലിസ്റ്റിക് ആയിട്ട്, അൺറിയലിസ്റ്റിക് അല്ലാത്ത റിയലിസ്റ്റിക് ഫോർമുല, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്യുക, ക്യാപിറ്റൽ കൂട്ടുക. ഓക്കെ. നെക്സ്റ്റ് നമ്മളുടെ 6th ടോപ്പിക്കാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ട ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ഇൻട്രാഡേ ട്രേഡിങ് ധമാക്ക കില്ലാടി. ഓക്കെ. എല്ലാവർക്കും വേണ്ട സാധനമാണിത് ഇൻട്രാഡേ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതും എല്ലാവർക്കും ഇഷ്ടമുള്ളതും ഒരുപാട് ഫാൻസ് ഉള്ളതും ഇൻട്രാഡേ ട്രേഡിംഗ്. നിങ്ങൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താ, ഇൻട്രാഡേ ട്രേഡിംഗ് ഇൻവോൾവ്സ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് സ്റ്റോക്സ് വിത്തിൻ ദ സെയിം ഡേ. എല്ലാവർക്കും അറിയുന്ന പോലെ ആ സെയിം ഡേൻ്റെ ഉള്ളിൽ തന്നെ ബൈയിങ്ങും സെല്ലിങ്ങും എന്താണ് നമ്മളുടെ ആക്ടിവിറ്റി ചെയ്തിരിക്കണം. എയിമിംഗ് ടു പ്രോഫിറ്റ് ഫ്രം ഷോർട്ട് ടേം പ്രൈസ് മൂവ്മെൻറ്റ്. ഓക്കെ. നമ്മളിവിടെ എയിം ചെയ്യുന്നത് ഷോർട്ട് ടൈം പ്രൈസ് മൂവ്മെൻ്റ് ആണ്, ലോങ് ടൈം അല്ല. ഇറ്റ് റിക്വയർസ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആസ് ദ ട്രേഡേഴ്സ് നീഡ് ടു ബി കംപ്ലീറ്റ് ബിഫോർ ദ മാർക്കറ്റ് ക്ലോസ് എന്നാണ്. ഇവിടെ എന്താണ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. എന്തുകൊണ്ടാണ് ഇൻട്രാഡേക്ക് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കാണുന്ന മാർക്കറ്റ് ആയിരിക്കില്ല നാളെ കാണുന്ന മാർക്കറ്റ് ഒന്നും നമുക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാനില്ല. മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ മാർക്കറ്റിലും എടുക്കേണ്ട നമ്മൾ ഡിസിഷൻസ് നമ്മൾ ക്വിക്ക്ലി നമ്മൾ മാറ്റിക്കൊണ്ട് നിൽക്കണം. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നെങ്കിലും മാർക്കറ്റ് ക്ലോസിൻ്റെ മുന്നേ നമ്മൾ ചെയ്യണം. അതുപോലെ ഫണ്ടമെൻ്റലി നോക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ടെക്നിക്കലി ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇൻട്രാഡേ ട്രേഡിംഗ് ഇതൊട്ട് ഇതുവരെ. ഇൻട്രാഡേ ട്രേഡിംഗ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ട്രേഡിംഗ് സൈക്കോളജി. The fast piece create the pressure and stress leading to emotional reactions like fear, greed, frustration. The traders might feel the urge to chase the quick profit or panic over loss. Managing emotions in such a higher pressure environment is crucial as it helps the maintain discipline and avoid impulsive decision. ഓക്കെ. എന്താണ്, മാർക്കറ്റിൻ്റെ ഫേസസ് ഇങ്ങനെ പെട്ടെന്ന് മാറുന്നത് കൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ കാര്യമായിട്ടുള്ള ഒരു എഫക്റ്റ് അവിടെ വരും.
അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറ്റുന്ന സമയത്ത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഫിയർ ഗ്രീഡ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളുടെ ഇപ്പോൾ പറഞ്ഞ രണ്ട് സെഗ്മെൻറ്റ് ലോങ് ടേം സ്വിംഗ് ട്രേഡ് ഇതിനേക്കാൾ എല്ലാം കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത് അല്ലെ എഫക്റ്റ് ചെയ്യുന്ന സൈക്കോളജി എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻട്രാഡേ തന്നെയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു 4 പോയിന്റ്സ് നമ്മളിവിടെ നോട്ട് ഔട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ റിയലിസ്റ്റിക് എന്താണ് ഇതിൽ വരുന്ന 2 കാര്യമാണ്. എന്താണ്? റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ റിസ്ക് പെർ ട്രേഡ് എക്സ്പെക്റ്റേഷൻ. ഈ 2 കാര്യം, അതുപോലെ ഡീസൻറ്റ് ക്യാപിറ്റൽ, പല ആൾക്കും ഇല്ലാത്തതും കുറച്ച് പേർക്കുള്ളതും ആയിട്ടുള്ള ഒരു സാധനമാണ് ഡീസൻറ്റ് ക്യാപിറ്റൽ. നിങ്ങളിപ്പോൾ ക്യാപിറ്റൽ പഠിച്ചതേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കയ്യിലുള്ളത് ഡീസൻറ്റ് ക്യാപിറ്റലാണോ, നിങ്ങളുടെ കയ്യിലുള്ളത് ലോവർ ക്യാപിറ്റലാണോ, നിങ്ങളുടെ കയ്യിലുള്ള ഡീസൻറ്റ് ക്യാപിറ്റലാണോ, മോഡറേറ്റ് ക്യാപിറ്റലാണോ, ഇതൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന്. അതുപോലെ എമർജൻസി ഫണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഇതിനെ ചെയ്യാമെന്നൊക്കെയാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഇൻട്രാഡേ ഫുൾ ടൈം ആയിട്ട് ഇരുന്ന് ചെയ്യുന്ന ആളുകൾ തന്നെ ഇവിടെ സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോഴാണ് ഇവിടെ പാർട്ട് ടൈം ആയിട്ട് ഇൻട്രാഡേ ചെയ്യുന്ന അതും ഓപ്ഷൻ ബൈ, ഇതൊക്കെ അതേ പറയുകയാണ്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം ട്രേഡിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം പാർട്ടിസിപ്പേഷൻ, മാർക്കറ്റിൽ ഒരു ഫുൾ ടൈം പാർട്ടിസിപ്പേഷൻ ആണ് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്താൽ. സ്വിംഗ് ട്രേഡ് നമുക്ക് ഇനിയും പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, പക്ഷേ ഇൻട്രാഡേ ഇറ്റ്സ് എ ഫുൾ ടൈം. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 6 months to 3 months കഴിയാനുള്ള ഒരു ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടാകണം. അതുപോലെ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നമ്മളുടെ കയ്യിൽ വേണം. എന്തെങ്കിലും ആയിക്കോട്ടെ, രാവിലെ പേപ്പർ ഇടാൻ വേണ്ടി പോകണതോ, രാവിലെ പാല് സപ്ലൈ ചെയ്യാൻ പോകണതോ, അതിനുശേഷം വൈകുന്നേരം ഒരു പാർട്ട് ടൈം ജോബിന് പോകണോ, എന്തെങ്കിലും ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം. ചില ആളുകൾക്ക് റൂം റെൻറ്റിന് കൊടുത്തിട്ടുള്ളതോ, ചിലർക്ക് യൂട്യൂബ് ഉണ്ടാവാം, ചിലർക്ക് മറ്റു പല ട്യൂഷൻസോ എടുക്കുന്ന എന്തെങ്കിലും ആവാം. അപ്പോൾ ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ എന്താണ്, ഈ ഒരു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താണ് നമ്മളുടെ സൈക്കോളജീനെ താരമായിട്ട് ബാധിക്കും. ചില ആളുകൾക്ക് എന്തായിരിക്കും, ചില ആളുകൾക്ക് ഒന്നും ഉണ്ടാവില്ല. എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും? എക്സ്പെക്റ്റേഷൻ അൺറിയലിസ്റ്റിക് ഒക്കെ ആയിരിക്കും. ഓക്കെ, ക്യാപിറ്റലിൻ്റെ 50% ഒക്കെ ചേസ് ചെയ്യുന്ന ടീംസ് ആയിരിക്കും ചിലപ്പോൾ. ഡീസൻറ്റ് ക്യാപിറ്റലും ഇല്ല. 10,000 അല്ലെങ്കിൽ 5,000 രൂപയൊക്കെ എടുത്തിട്ടായിരിക്കും ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി വരുന്നത്. എമർജൻസി ഫണ്ട്, ഒരു എമർജൻസി ഫണ്ടും ഇല്ല. എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് തന്നെ ക്യാപിറ്റലാണ്. പിന്നെ എവിടെ എമർജൻസി ഫണ്ട് ഉണ്ടാവുക? സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം, ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. ഈ കാലത്ത് ട്രേഡിങ്ങിനെ മാത്രം നമ്പി ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു മണ്ടത്തരമാണ്. ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. ഓക്കെ, ചില ആളുകൾക്ക് എന്താണ് ഇത് 4 മീറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളെന്ന് നോക്കുക. മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് നിർത്തുക, സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് പോവുക. ഇത്രയേ പറയാനുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞ പോലെ ഏണിംഗ് ക്യാപിറ്റൽ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ലേണിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് 10K, 20K, 5K, 30K ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു ലേണിംഗ് ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്യുക. എന്താണ് ഏണിംഗ് ക്യാപിറ്റലായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് ഇൻട്രാഡേ സ്റ്റോക്സിൽ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ 1 lakh എബോ മിനിമം വേണം, 1 lakh എബോ. അതുപോലെ ഓപ്ഷൻസ് ബൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1 lakh to 5 lakh അതിൻ്റെ മുകളിലേക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നെസസറി. അതുപോലെ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ചെയ്യുന്നെങ്കിൽ 5 lakh to 10 lakh. ഇതെന്താണെന്ന് അറിയോ? ഇതൊരു ഡീസൻറ്റ് ക്യാപിറ്റലാണ്, മോഡറേറ്റ് ക്യാപിറ്റൽ അല്ല, ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ. ഇതാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്നും ചെക്ക് ചെയ്തോ. കാരണം എന്താണ്, ഇപ്പം നിങ്ങൾക്ക് പല ആളുകളും പറയും എന്താണ് 10 lakh ഉണ്ട്, ഞാൻ ഇതുണ്ടാക്കി 10K, 20K, 30K, 30K ഇതൊക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഷോർട്ട് ടേം പീരീഡിലേക്ക് എന്താണ് നിങ്ങൾക്ക് ലക്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൂടെ ഉണ്ടാവും. പക്ഷെ ലോങ് ടേമിലേക്ക് ഓൺലി ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി, ചെറിയ ക്യാപിറ്റൽ വെച്ചാൽ ട്രേഡ് ചെയ്യുന്നെങ്കിൽ ലോങ് ടേമിലേക്ക് ലോസ് ആയിരിക്കും. ഒന്നെങ്കിൽ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയി. ഈ 2 സംഭവങ്ങളെ സംഭവിക്കൂ. അതുകൊണ്ട് ഡീസൻറ്റ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ നമുക്ക് ഇമോഷണലി നമുക്ക് അഫക്റ്റ് ചെയ്യാതിരിക്കും. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിൽ നോക്കിയില്ലേ, വർഷയുടെ കാര്യം നോക്കി, വിഷ്ണുയുടെ കാര്യം നോക്കി. വർഷയുടെ ക്യാപിറ്റൽ വലിയ ക്യാപിറ്റലാണ്. അതുകൊണ്ട് അവൾക്ക് നഷ്ടപ്പെട്ട ക്യാഷ് അവളുടെ ക്യാപിറ്റലിൻ്റെ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ ചെറുതാണ്. രാഹുൽ, അമൽ 2 പേരും എന്താണ് ലോവർ ക്യാപിറ്റൽ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. അവർക്കെന്താണ് അവരുടെ ക്യാപിറ്റലിൻ്റെ 10 to 5% ഒക്കെയാണ് അവർ റിസ്ക് എടുക്കുന്നത്. അതൊരു ഹ്യൂജാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ക്യാപിറ്റലും കുറവാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ പേഴ്സൻറ്റേജ് ഓഫ് റിസ്ക്കും പേഴ്സൻറ്റേജ് ഓഫ്
എക്സ്പെക്റ്റഡ് റിട്ടേണും നമ്മളെന്താണ് റിയലിസ്റ്റിക് ആയിരിക്കണം. ഒരു ദിവസം ഡെയിലി റിസ്ക് എന്ന് പറയുന്നത് 1% ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ആ ട്രേഡിൻ്റെ 1 hour എന്ന് പറയുന്നത് അല്ലെങ്കിൽ 1% ആയിരിക്കണം. അതുപോലെ മന്ത്ലി 10 to 15. ഇവിടെ നോക്കുകയാണെങ്കിൽ 10 to 15 ഒക്കെ ഇൻട്രാഡേ ബേസിൽ മന്ത്ലി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഹ്യൂജ്. ഞാനൊക്കെ എന്താണ് 10 എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. എക്സ്പെക്റ്റേഷൻ എപ്പോഴും ലോവർ ആക്കി വെക്കുക. ഓക്കെ, എക്സ്പെക്റ്റേഷൻ എപ്പോഴും ഇപ്പോൾ എന്താണ് നമ്മൾ ക്യാപിറ്റലിനെ ലേണിംഗ് ക്യാപിറ്റലിലും ഏണിംഗ് ക്യാപിറ്റലും ആക്കി. ഏണിംഗ് ക്യാപിറ്റൽ എപ്പോഴും എന്താണ് ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ ആവണം. ലേണിംഗ് ക്യാപിറ്റൽ കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം എന്താണ് നമ്മൾ ഈ പ്രോഫിറ്റ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ചില ആളുകൾ ലേൺ ചെയ്യുമ്പോൾ തന്നെ പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് വരുന്ന ആളുകളുണ്ട്. അവരോടൊന്നും പറയാനില്ല. അപ്പോൾ എന്താണ് ഏണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഡീസൻറ്റ് എമൗണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ക്യാപിറ്റലാണോ മിനിമം നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ മിനിമം റിക്വയർമെൻറ്റാണ്. ഇതുപോലും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യാറ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടും, നാളെ പ്രോഫിറ്റ് കിട്ടും, മറ്റന്നാൾ പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കണം, മാർക്കറ്റിൻ്റെ ഒരു സൈക്കിൾ ഉണ്ട്. വോളറ്റൈൽ മാർക്കറ്റ്, ട്രെൻഡിങ് മാർക്കറ്റ്, അതുപോലെ സൈഡ് വേസ് മാർക്കറ്റ്. ഇങ്ങനെ ഒരു ഫേസിലൂടെ ആ മാർക്കറ്റ് കടന്നു പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്താണ്, ഇപ്പം നിങ്ങൾ ട്രെൻഡിങ് മാർക്കറ്റിലായിരിക്കും. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് വേസ് മാർക്കറ്റാണ്. ഈ സൈഡ് വേസ് മാർക്കറ്റ്, വോളറ്റൈൽ മാർക്കറ്റിലൊക്കെയാണ് ഈ ലോ ലെവൽ ക്യാപിറ്റലുള്ള ആളുകൾ സ്ട്രഗിൾ ചെയ്യുക. ട്രെൻഡിങ്ങിൽ വരുമ്പോൾ അവരെപ്പോഴും എന്താണ് ഗ്രീഡി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷെ മനസ്സിലാക്കുക, മാർക്കറ്റിൻ്റെ സൈക്കിൾ മാറും. ഒരു 2 മാസം 3 മാസമൊക്കെ കണ്ടിന്യൂസ്ലി സൈഡേഴ്സ് വന്നാൽ തീരാവുന്ന ക്യാപിറ്റലേ നമ്മളെപ്പോലെ റീറ്റെയിലേഴ്സ് ലോവർ ക്യാപിറ്റലുള്ള ആളുകളുടെ കയ്യിലുള്ളൂ. മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5x ലിവറേജ് കിട്ടും. എന്നിരുന്നാൽ പോലും എന്താണ്, നിങ്ങൾ ആലോചിച്ചൊക്കെ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഒരു നിഫ്റ്റി 50 സ്റ്റോക്സ് തിരഞ്ഞെടുക്കാൻ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വെയിറ്റേജ് സ്റ്റോക്സ്, ബാങ്ക് നിഫ്റ്റിയുടെ വെയിറ്റേജ് സ്റ്റോക്സ്, നിഫ്റ്റിയുടെ വെയിറ്റേജ് സ്റ്റോക്സ്, ഇതൊക്കെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന സമയത്ത് 1 lakh to 5 lakh. കാരണം ഓപ്ഷൻസിലാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ്, പൊസിഷൻ സൈസിങ് ഒക്കെ കൂടുതൽ വരിക. അപ്പം നമ്മളുടെ അതൊക്കെ പ്രോപ്പർ ആവണമെങ്കിൽ നല്ലൊരു ഡീസൻറ്റ് ക്യാപിറ്റൽ നമ്മളുടെ കയ്യിലുണ്ടാവണം. അതുകൊണ്ടെന്നാണ് പെർസെൻറ്റേജ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത് 1%. അത് ഡെയിലി ആവാം. അതുപോലെ തന്നെ എന്താണ്, റിസ്ക് പെർ ട്രേഡ് 1%-ൻ്റെ മുകളിലേക്ക് എടുക്കരുത്. 1%-ൻ്റെ മുകളിലേക്ക് എടുക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 10 to 50%. അതിൻ്റെ മുകളിലേക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഹ്യൂജ് എക്സ്പെക്റ്റേഷൻ വരുന്ന സമയത്താണ് നമുക്ക് എന്താണ് ഇതുപോലത്തെ ഇമോഷൻസിലി കണക്റ്റ് ആവാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ആവുന്നത് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞ സെയിം സാധനമാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ റിസ്ക് പെർ ട്രേഡ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊക്കെ 1 lakhൻ്റെ 10% എന്ന് പറയുന്നത് 10K, 2 lakhൻ്റെ 10% പറഞ്ഞാൽ 20K, 3 lakhൻ്റെ 10% പറഞ്ഞാൽ 30K, 4 lakhൻ്റെ 10% പറഞ്ഞാൽ 40K, 5 lakhൻ്റെ 10% പറഞ്ഞാൽ 50K. ഓക്കെ, ഇവിടെ എന്താണ് ഞാൻ എയിം ചെയ്യുന്നത് 10% മന്ത്ലിയാണ്. 1 lakh കൊണ്ട് 10% പറയുമ്പോൾ എനിക്ക് 10K മതി. ഓക്കെ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മന്ത്ലി എനിക്കൊരു 50 വേണം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, 5 lakh rupees വേണം എനിക്ക് ക്യാപിറ്റൽ. എന്നിട്ട് അതിൻ്റെ 10% എടുത്തിട്ടായിരിക്കും ഞാൻ 50% ഉണ്ടാക്കുക. അല്ലാതെ 1 lakhൻ്റെ 50% എടുത്തിട്ട് ഞാൻ 50 ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ 50,000 ഉണ്ടാക്കാൻ 2 വഴിയുണ്ട്. 5 lakhൻ്റെ 10% എടുത്ത് നമുക്ക് 50 ഉണ്ടാക്കാം. 1 lakhൻ്റെ 50% എടുത്തിട്ട് നമുക്ക് 50K ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, രണ്ടിലും എന്താണ് ഇമോഷൻസ് വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ്പെക്റ്റഡ് റിട്ടേണും എക്സ്പെക്റ്റഡ് റിസ്ക് പെർ ട്രേഡ്. 1 lakhൻ്റെ 1% 1K, 2 lakhൻ്റെ 1% പറഞ്ഞാൽ 2K, 3 lakhൻ്റെ 1% പറഞ്ഞാൽ 3K, 4 lakhൻ്റെ 1% എന്ന് പറയുമ്പോൾ എത്രയാണ് 4K, 5 lakhൻ്റെ 1% പറയുമ്പോൾ 5K. 1%. ഓക്കെ, 1 hour ആണ് റിസ്ക് എങ്കിൽ ആ ആർ എന്ന് പറയുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ 1% പെർ ഡേ അല്ലെങ്കിൽ പെർ ട്രേഡ്. ഓക്കെ, അപ്പം അതും റെഡിയാക്കി വെക്കുക. ഓക്കെ, കൺക്ലൂഷനിലേക്ക് വരിക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ വീഡിയോ 1 hourൻ്റെ മുകളിലേക്ക് പോയി. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്താ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ക്യാപിറ്റൽ 3 തരത്തിൽ ക്യാപിറ്റലുണ്ട്. എന്താണ് ക്യാപിറ്റൽ, എന്താണ് 3 തരത്തിൽ: ലോവർ ക്യാപിറ്റൽ, മോഡറേറ്റ് ക്യാപിറ്റൽ,
അതുപോലെ ഡീസൻറ്റ് ക്യാപിറ്റൽ. എന്നിട്ട് എന്താണ് ഓരോന്നിനും എത്ര ലോവർ ക്യാപിറ്റൽ മതി, മോഡറേറ്റ് ക്യാപിറ്റൽ മതി, ഡീസൻറ്റ് ക്യാപിറ്റൽ, ഇത് പറയാനാണെങ്കിൽ 1 മണിക്കൂർ വേണ്ട, 10 മിനിറ്റ് പോലും വേണ്ട. എന്നിട്ടും എന്തുകൊണ്ട് ഇത് 1 അവറിലേക്ക് കയറി? അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് സമയമാവും. സമയമുള്ളവർ മാത്രം കണ്ടാൽ മതി. അപ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സെഗ്മെൻറ്റ് എന്താണ്? നിങ്ങളുടെ സെഗ്മെൻറ്റ് സ്വിങ് ആണോ, ഇൻട്രാഡേ ആണോ, ഇൻട്രാഡേയിൽ തന്നെ സ്റ്റോക്സിൽ ഇൻട്രാഡേ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നിങ്ങൾ ഓപ്ഷൻ ബൈയിങ് ആണോ സെല്ലിംഗ് ആണോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സെഗ്മെൻറ്റിൽ നിങ്ങൾ നോക്കേണ്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, നിങ്ങളുടെ സെഗ്മെൻറ്റ് എന്താണെന്ന് ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെഗ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. അതിൽ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലെങ്കിൽ മന്ത്ലി നിങ്ങളുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ റിയലിസ്റ്റിക് ഫോമിലാണോ അൺറിയലിസ്റ്റിക് ഫോമിലാണോ നോക്കുക. അതേപോലെ റിസ്ക് പെർ ട്രേഡ്, ഒരു ട്രേഡിൽ നിങ്ങൾ എടുക്കുന്ന റിസ്ക് എന്താണ് എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അതിലെന്താണ് 1:2 അല്ലെങ്കിൽ 1:3 അല്ലെങ്കിൽ 1:2 എബോവ് ആണോ എടുക്കുന്നത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ആ ഒരു മോഡ് എന്താണെന്ന് മനസ്സിലാക്കുക. പല ആളുകളും ലോവർ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ്. ലോവർ ക്യാപിറ്റലിൻ്റെ പ്രശ്നം ഇതാണ്. ലോവർ ക്യാപിറ്റൽ നിങ്ങൾ ഇന്ന് പ്രോഫിറ്റ്, നാളെ പ്രോഫിറ്റ്, മറ്റന്നാൾ പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷേ ലോങ് പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ലോസിലായിരിക്കും. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം നിങ്ങൾ ലോസിലായിരിക്കും. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവൺ ആണത്. അതാരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്യുക, നിങ്ങൾ ലോവർ ക്യാപിറ്റൽ, നിങ്ങളുടെ കയ്യിൽ ലോവർ ക്യാപിറ്റൽ ആണെങ്കിൽ നിർത്തുക, ഇവിടെ വെച്ച് നിർത്തുക. ക്യാപിറ്റൽ വീണ്ടും വാഷ് ഔട്ട് ആവുന്നതിന് പകരം എന്താ ചെയ്യുക, കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു ഡീസൻറ്റ് ക്യാപിറ്റലാക്കി മാറ്റുക. ഡീസൻറ്റ് ക്യാപിറ്റൽ നിങ്ങൾ ചെയ്തു നോക്ക്. ഡീസൻറ്റ് ക്യാപിറ്റൽ ചെയ്ത് നോക്ക്. 10,000 രൂപ വെച്ചിട്ട് 1000 രൂപ പ്രോഫിറ്റ് എടുക്കുന്ന ഒരാളും 1,00,000 രൂപ വെച്ച് 1,000 രൂപ പ്രോഫിറ്റ് എടുക്കുന്ന ആളുടെയും ഇമോഷൻ രണ്ടും വ്യത്യസ്തമാണ്. രണ്ടാളും എടുക്കുന്നത് എന്താണ്, സെയിം പ്രോഫിറ്റാണ്. ഓക്കെ, പക്ഷെ രണ്ടാളും എടുക്കുന്ന പ്രോഫിറ്റ് സെയിം ആയതുകൊണ്ട് തന്നെ രണ്ടാളും അതിൽ 2 പേർക്കും വരുന്ന ഇമോഷൻ വ്യത്യസ്തമാണ്. ഓക്കെ, 10,000 രൂപ വെച്ചിട്ട് 1000 രൂപ പ്രോഫിറ്റ് എടുക്കാൻ കഴിയാതെ 500-ൽ ക്ലോസ് ആവുകയാണെങ്കിൽ അവൻ്റെ എത്ര പോയി ആലോചിച്ച് നോക്കുക, എത്ര പോയി? അതേപോലെ 1,00,000 റുപ്പീസ് വെച്ചിട്ട് 1000 രൂപ പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനും 500 രൂപ ലോസായി. അവൻ്റെ എത്ര പെർസെൻറ്റേജ് ലോസായി? ഇവിടെയാണ് ഗെയിം. ഇവിടെയാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കളി വരുന്നത്. നിങ്ങൾ നോക്കുക, എക്സ്പെക്റ്റേഷൻ എപ്പോഴും റിയലിസ്റ്റിക് ആക്കി വെക്കുക. എക്സ്പെക്റ്റേഷൻ ഓക്കെ, 5 to 10% സ്വിങ്ങിനും 10 to 50% എന്തിന്, ഇൻട്രാഡേക്കും ആക്കി വെക്കുക. ഈ നിങ്ങൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പല കോമ്പറ്റീവ് എക്സാംസ് നോക്ക്. നിങ്ങൾ പല ആളുകളും എക്സാംസ് എഴുതി കാണും വളരെയധികം എക്സ്പെക്റ്റേഷനിലായിരിക്കും. എനിക്കിതിൽ പാസ്സാവാൻ കഴിയും, എനിക്കിതിൽ പാസ്സാവാൻ കഴിയും എന്നുള്ള പല എക്സ്പെക്റ്റേഷനിലായിരിക്കും പല ആളുകൾ. റിസൾട്ട് വരുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താവും, അവർ മെൻ്റലി, അവരുടെ സൈക്കോളജിക്കലി അവർ വീക്ക് ആവാൻ വേണ്ടി തുടങ്ങും. സൂയിസൈഡ് വരെ ചെയ്യും. ഇതുപോലെ ആ മാർക്കറ്റിൽ നമ്മൾ ഹ്യൂജ് എക്സ്പെക്റ്റേഷൻ വെച്ച് കഴിഞ്ഞിട്ട് ആ ഹ്യൂജ് എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ സൈക്കോളജിക്കലി നമ്മളത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുക, ലോവർ അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു, അതുപോലെ 1%, ഇത് മറക്കണ്ട, 1%. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പം ഒരുപാട് ആളുകൾ ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഒരു ടെലഗ്രാം ഗ്രൂപ്പ്, പല ആളുകളും ചോദിച്ചതാണ്. പിന്നെ ചോദിച്ചത് നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസ് വീഡിയോ ചെയ്യുക. നിഫ്റ്റിയുടെ ഡെയിലി ആദ്യം ഞാൻ വാട്സപ്പും ടെലഗ്രാമും ഒന്നും തുടങ്ങില്ല. കാരണം ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങാനോ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റി തുടങ്ങാനോ ഒരു ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, എൻ്റെ ലൈഫിൽ കുറച്ച് സമയം കിട്ടുന്ന ആ ഒരു സമയം ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാന്നുള്ള ഒരൊറ്റ ഇനീഷ്യേറ്റീവ് മാത്രമേ ഇതിലുള്ളൂ. അതുപോലെ ഡെയിലി നിഫ്റ്റി, ഇതിനൊന്നും എനിക്ക് ടൈമില്ല. ഓക്കെ, ഇതിനൊന്നും ടൈമില്ല. ഒക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ പല ആളുകളും നിഫ്റ്റിയുടെ ലെവൽസ് എല്ലാ ദിവസവും പറയുന്നുണ്ട്. ഇത് അവർക്ക് ഉപയോഗമാണ്. ഇത് കാണുന്ന ആളെന്താ ചെയ്യുക, അവൻ ഒരു കാരണവശാലും അവൻ്റെ എഫേർട്ട് ഇടുന്നില്ല. മറ്റൊരാൾ നിഫ്റ്റിയുടെ ലെവൽ വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് നേരെ എൻ്റെ ചാർട്ടിലും വരച്ചു വെക്കും. ഇപ്പം അവിടെ ഇന്നലെ ഒരു OB പറഞ്ഞിട്ടുണ്ട്, ഞാനും OB വരച്ചേക്കാം. ഇതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഇത് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വയം പഠിക്കാൻ വെക്കുക. ഇത് പല ആളുകളും നാളത്തേക്കുള്ള നിഫ്റ്റി ലെവൽ ഇതൊക്കെ നിങ്ങളെ ചാർട്ടിൽ മാർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്വയം സ്റ്റഡി ചെയ്യാതെ മറ്റുള്ള ആളുകളുടെ സജഷൻ പ്രകാരം ചെയ്യും. ഇതൊന്നും എന്താണ് ലോങ് ടേമിലേക്ക് സസ്റ്റൈനബിൾ അല്ല.
ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ് വൈസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന ആളുകളെ താങ്ക് യു.